بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله. നമ്മൾ ചർച്ച അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിനെ അയക്കുന്നു, കിതാബ് കൊടുക്കുന്നു, നുബുവത്ത് കൊടുത്തു, പിന്നെ ഹുക്മ് കൊടുത്ത്, എന്നിട്ട് ജനങ്ങൾ അവരെ അടിമയാകാൻ പറ്റില്ല. അവർ പഠിപ്പിക്കുന്ന വലിയൊരു നേതൃത്വം റബ്ബാക്കൽ പറ്റൂല. അപ്പം എന്താക്കും? ഇവരെ അടിമകളാക്കൽ. അങ്ങനെ പരിപാടി ഇല്ല അല്ല. അപ്പം മാൻ്റെ നഫിയത്തേക്കാണ് വരുന്നത്, ഒട്ടാകെ സുമ്മയക്കൂലിന്നാസിയിലേക്കാണ് വരിക. അല്ലെങ്കിൽ നുബുവത്ത് കൊടുക്കൂല എന്നുള്ള അർത്ഥം കിട്ടില്ലേ? ആ മൊത്തം നോക്കതാ. മാക്കാനലി ബഷരീൻ, അതുകൊണ്ട് ഞാൻ പണ്ടേ പറഞ്ഞില്ല അവിടെ വഖഫ് ചെയ്താൽ പറ്റൂല. എവിടെ? മാക്കാനലി ബഷരീൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ, അവിടെ വഖഫ് ചെയ്താൽ ഒരൊറ്റ നബിയുടെ അടുത്തുണ്ടാവില്ലല്ല. ആ കാണുന്നുണ്ട്. വഅലൈക്കും അസ്സലാം. അപ്പൊ ഇതെന്തിനാ ആയത്തിറങ്ങുന്നത്? ബയാനുൽ ഇഫ്തിറാഇഹിം അലൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാക്കളെ മേലിൽ കളവ് കെട്ടി ചമച്ച ഒരു വിഷയത്തിനെ കുറിച്ചാണ് എന്താക്കുന്നത്, ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. എന്താണത്? ഹൈസു ഖാല നസാറ നജ്റാൻ, നജ്റാനിലുള്ള നസാറാക്കൾ പറഞ്ഞു, ഇന്ന ഈസ അലൈഹിസ്സലാം അമറന അൻ നത്തഖിലഹു റബ്ബാ. അപ്പം അമ്പിയാക്കളെ മേൽ പച്ചക്കളവാ പറയുന്നത്. ഈസ അലൈഹിസ്സലാം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ഓരോ റബ്ബാക്കണം പോലും. കണ്ടാ? ഹാഷാഹു അലൈഹിസ്സലാം, ഇത് ഓരോ വാക്കല്ല. ഈസ അലൈഹിസ്സലാം അങ്ങനെയുള്ള ഒരു വാക്കിനെ തൊട്ടിട്ട് പരിശുദ്ധരാണ്. തിരിഞ്ഞാ നിസൽ ഐ മാ സഹ വമസ്തഖാമ ലി അഹദിൻ സവാഉൻ കാന ബശറൻ ഔല. അതെന്തിൻ്റെ മാല? മാക്കാനലി ബഷറിൻ്റെ മാനയിലേക്ക് മുമ്പ് കിടക്കുന്നു. മാക്കാനലി ബഷർ അവിടെ തുടങ്ങി വെച്ചല്ലേ. നസാറാക്കൾ പറഞ്ഞത് അവിടെ തീർന്ന്. ആഷാഹൂർ പറഞ്ഞല്ല. ഈസാ അലൈഹിസ്സലാം അങ്ങനെ പറയുന്ന തൊട്ടിട്ട് പരിശുദ്ധനാക്കി. ഓരങ്ങനെ പറയൂല. അപ്പൊ മാഖാനന്റെ ബയാനാണ് മാ സഹ വമസ്തഖാമ ലി അഹദിൻ. ഒരു ബഷറിനും പറ്റൂല എന്നല്ല പറയുന്നത്. അതാ, അത് സ്വഭാവം കാണാൻ ബഷറൻ ആവലാണ്. ബഷറൻ ആവണമെന്നില്ല, സാഹചര്യത്തിൽ ബഷറായതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത ആർക്കുന്നില്ല, റുബൂബിയ്യത്തില്ല. അതാ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ, അവർക്ക് അല്ലാഹു തആല, ആ ബഷറിന് അല്ലാഹു തആല കിതാബിനെ നൽകുന്നു. അതാ എങ്ങനത്തെ കിതാബ്? അന്നാതിഖ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് സംസാരിക്കുന്ന ഒരു കിതാബ്. അൽ ആമിരി ബി തൗഹീദ്, തൗഹീദ് കൊണ്ട് കൽപ്പിക്കുന്ന കിതാബ്. അതാണ് അൽ കിതാബിന്റെ ഔസാഫ്. തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്താവട്ടെ ഇൻജീലാവട്ടെ, അല്ലെങ്കിൽ ഖുർആനായാലും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് മുസ്ലിം എന്താന്ന് അയാൾക്ക് ബോധോദയം വന്നതെന്നുണ്ട്. അയാൾ ഉടനെ എണീച്ചിട്ട് കേൾക്കപ്പെട്ടിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതെനിക്ക് പറയാൻ കടമപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണം. ഇബാദിയല്ലദീന അസ്റഫു എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമകളെ, നബിയുടെ അടിമ തന്നെയാണ്. എന്നിട്ട് ആൾ കണ്ടുപിടിച്ചെങ്ങനെയെന്നറിയോ? എന്താണ്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹി എന്നവിടെ പറഞ്ഞിടുന്നു. അല്ല റഹ്മത്തി എന്നല്ലേ അല്ല പറയേണ്ടി. അള്ളാന്റെ ഇബാദാണെങ്കിൽ ലാ തഖ്നതൂ മിർ റഹ്മത്തി എന്നല്ലേ പറയേണ്ടത്. അയാൾ കണ്ടുപിടുത്ത അടുത്തേക്കാണ് പോയത്. അതുകൊണ്ട് നബിയുടെ അടിമ തന്നെയാണ്. പക്ഷേ സ്പീച്ച് ഇൻഡയറക്റ്റും ഡയറക്റ്റ് സ്പീച്ച് എന്ന് രണ്ട് സ്പീച്ച് ഉണ്ട്. അന്നേരം തമ്മീരം കൊട്ട മുടക്കേണ്ടെന്ന് പ്രത്യേക നിയമമുണ്ട്, ഇല്ലേ? ഇല്ല ഭാഷ ഇവിടെ അള്ളാനെ തൊട്ടിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. കൊൽ എന്ന് ഡേപ്പിച്ചിട്ട്
അള്ളാഹിനെ തൊട്ട് ഹിക്കായത്താക്കിയെന്നു. അള്ള നേരിട്ട് ഹിതാബിടുകയാണെങ്കിൽ അത് റഹ്മത്തി എന്ന് പറയുന്നത്. അത് അയാൾക്ക് ബോധോദയം കിട്ടിയിരിക്കും. അയാൾ പറയണ്ടേ, അങ്ങനെ പലത് പറഞ്ഞു. വൽ ഹുക്ം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഫഹ്മു വൽ ഇൽമു. അമ്പിയാക്കൾക്ക് കൊടുത്ത രണ്ടാമത്തെ കാര്യം. നുബുവത്ത് പിന്നെ അറിയാലോ, ഇതെല്ലാം കൊടുത്തു. അതാ എന്നിട്ടോ സുമ്മ യഖൂല ദാലിക്കൽ ബശർ, പിന്നീട് ആ ബശർ പറയുക. 5 ബാക്കിയാണ് സുമ്മ യഖൂല. ബഅദമാ ശറഫഹു അല്ലാഹു തആല ബിമാ ദുകിറ, മേൽ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓറ തശ്രീഫാക്കി. എന്തെല്ലാം? കിതാബ് കൊടുത്ത്, ഹുക്ം കൊടുത്ത്, നുബുവത്ത് കൊടുത്ത്, അങ്ങനെ മിന തശ്രീഫാത്തി. വഅറഫഹുൽ ഹഖ്ഖ, ഹഖിനെ അറിയിച്ചു കൊടുത്തു. വഅത്ലഅഹു അലാ ശുഊനിഹിൽ ആലിയ, ഉന്നതമായ അവസ്ഥൻ്റെ മേലെല്ലാം അത് വെളിപ്പെടുത്തി. താകം ഇൽമും ഹിക്മത്തെല്ലാം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. അപ്പം വലിയ അധികാരം കിട്ടിയത്. എന്നിട്ടോ ജനങ്ങളോട് നിങ്ങൾ എൻ്റെ അടിമകളാവണം എന്ന് പറയാൻ പറ്റൂല. എത്ര സ്ഥാനം ഉയർന്നാലും ജനങ്ങൾ അടിമകളാവൂല. എന്താ ജനങ്ങളോട് പറയുക? കൂനു ഇബാദല്ലി, കൂനു ഇബാദൻ കായിനീന ലീന. അതിനാണ് ലാമ് ജദിൽ അർഫായത് കൊണ്ട് അതിനോട് ഹല്ല കൂട്ടി കൊടുത്തത്. ഇബാദൽ ലീ എന്ന് പറയുമ്പോൾ ഇബാദും ലീയും തമ്മിൽ ബന്ധം കിട്ടണ്ടേ? കായിനീന ലീ, എനിക്കന്ന് മിൻ ദൂനില്ല. മിൻ എന്നുള്ളത് മുതഅല്ലിഖുൻ ബിലഫ്ളി ഇബാദൽ, മിൻന്റെ തഅല്ലുഖില്ല. മിൻ അത് മിൻ ദൂനില്ലാഹി, അതാ ലിമാ ഫീഹി മിൻ മഅനൽ ഫിഇലി, അതിൽ ഫിഇലിന്റെ മാനയുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ ഇബാദാകുക. അപ്പൊ പിന്നെന്താ അവിടെ പറയും? അപ്പം ചുരുക്കത്തിൽ ഇബാദ് എന്ന് പറയേണ്ട പരിപാടി ഇല്ല. വലാകിൻ പിന്നെന്തുവാണ്? യഖൂലു ലഹും, അവരോട് പറയാം. എന്താ? കൂനൂ, നിങ്ങളാകുവീൻ, റബ്ബാനിയീന, റബ്ബാനികളാകുവീൻ എന്ന് പറഞ്ഞു. റബ്ബാനി എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബിനെ കൊള്ള നിസ്ബ ചെയ്യുമ്പോൾ റബ്ബാനി എന്നൊരു അലിഫും നൂനും കൂട്ടിയിട്ടാ പറയുന്നത്. അങ്ങനെ ചില കലിമത്തുണ്ട്. ജിസ്മിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എന്താ പറയാ? ജിസ്മാനി. റൂഹിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ റൂഹി എന്നല്ല, റൂഹാനി. അങ്ങനെ ഒരു അലിഫുൻ നൂനും കൂട്ടും. അപ്പൊ റബ്ബിലേക്ക് മൻസൂബ്, അർ റബ്ബാനിയു അൽ മൻസൂബ് ഇല റബ്ബ്, റബ്ബിലേക്ക് നിസ്ബയാണ്. റബ്ബാനി എന്ന് പറഞ്ഞാൽ ആരാ? ഹുവൽ കാമിലു ഫിൽ ഇൽമി വൽ അമൽ, ഇൽമിലും അമലിലും കാമിലീങ്ങൾക്കാണ് റബ്ബാനി. അൽ ഇമാമുർ റബ്ബാനി എന്നെല്ലാം പറഞ്ഞാൽ വൽ ഗൗസുസ് സമദാനി അശ്ശദീദു തമസ്സുകി ബിതആത്തില്ലാഹി തആല വദീനിഹി, അള്ളാഹുവിൻ്റെ ത്വാഅത്ത് കൊണ്ടും ദീന് കൊണ്ടും മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ നല്ല ശക്തിയ നാരിക്കും അത് വിട്ടുകൊടുക്കൂല. അങ്ങനെയുള്ള വസ്ഫുള്ളാക്കെന്താ പറയും? റബ്ബാനി ആയ ഇമാമ്. അതുപോലെ കമാ യുഖാലു റജുലുൻ ഇലാഹിയുൻ എന്ന് പറയും. ഇലാഹിയിലേക്ക് മൻസൂബാക്കിയിട്ട് എപ്പോഴ്? ഇദാ കാന മുഖ്ബിലൻ അലാ മഅരിഫത്തിൽ ഇലാഹി വ ത്വാഅത്തിഹി, അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ മേലിലും അവൻ്റെ വെളിപ്പാടിൻ്റെ മേലിലും ഒരാൾ 100% മുഖബിലായ ഇലാഹിയായ വ്യക്തി എന്ന് പറയുമ്പോൾ റബ്ബാനി. എന്തുകൊണ്ടാണ് റബ്ബാനികളാകുന്നത്? ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. രണ്ട് പണിയുണ്ട്. ഒന്നെന്താക്കും? അള്ളാഹുവിൻ്റെ കിതാബ് അവർ നന്നായിട്ട് പഠിച്ചിട്ട് ദർസാക്കും, എന്തിനെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അമൽ ചെയ്ത് അത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് റബ്ബാനിയായ ഇമാം എന്ന് പറയും. അങ്ങനെ ആയിരിക്കും. അവർക്ക് നല്ല സ്ഥാനം കൊടുത്തില്ലേ? അതാ ബിമാ എന്ന് പറഞ്ഞ ബാഗ് സബബാണെന്ന് പറഞ്ഞു. അതായത് ബി സബബി മുസാബറത്തിക്കും അലാ തഅലീമിൽ കിതാബി, എന്തിന്റെ അർത്ഥം? തുഅല്ലിമൂന കിതാബ്. പിന്നെ വദിറാസത്തിഹി എന്ന് പറഞ്ഞാൽ വബിമാ കുൻതും തദ്റുസൂൻ. ദിറാസത്ത് എന്താ? ഖിറാഅത്തി. അപ്പല്ല മുസാബറത്ത് പൂണ്ട് പിടിക്കുക, അത് ഒരിക്കലും ഒഴിവാക്കാതെ പൂണ്ട് പിടിക്കല്. ബിമാ കുൻതും തുഅല്ലിമൂന. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് കിതാബ് നന്നായിട്ട് പഠിക്കും, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ തഅല്ലുമുണ്ട് തഅലീമുണ്ട് എന്നായി. അത് രണ്ട് കാര്യം ഈ ഇബാദത്തുകൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ റബ്ബാനി ആയിക്കും എന്ന് പറയാം.
ഇത് രണ്ടാമത്തെ ഈ കൽപ്പന. ولا يأمركم أن تتخذوا الملائكة والنبيين أربابا. ആ നബി ഉണ്ടല്ലോ, അതായത് ബഷർ, അവർ കൽപ്പിക്കാനും പറ്റില്ല. എന്തെന്ന്? അൻ തത്തഖിദുൽ മലായിക്കത്ത, മലായിക്കത്തിനെ നിങ്ങൾ പിടിക്കണം, ആക്കണം, നബിമാരെയും അർബാബാക്കണം എന്ന് പറയലും പറ്റില്ല. ജനങ്ങളോട് നിങ്ങൾ ഇബാദാകണം എന്ന് പറയാനും പറ്റൂല. മലായിക്കത്തിനെയും നബിമാരെയും അർബാബുകളാക്കണം എന്ന് പറയാനും പറ്റൂല. അത് അർബാബൻ ബിൻ നസ്ബി എന്താ അത്ഫുൻ അല സുമ്മ യഖൂലം അമ്മൾ അത്ഫാക്കിലാണ് വലാ യഅ്മുറ. അത് ആദ്യത്തെ അന്നുണ്ടല്ലോ, അഞ്ഞുല്ലാഹു, ഇതെല്ലാം കൂടെ മൂന്നും കൂടെ കോർത്തിണക്കിയിട്ടല്ല. അതുകൊണ്ടാണ് വലാ യഅ്മുറക്കും. അല്ലെങ്കിലോ അവർ കൽപ്പിക്കൂലാന്നായിപ്പോയല്ലോ, കൽപ്പിക്കാൻ പാടില്ല എന്നല്ല കിട്ടണ്ടേ. വല എന്നുള്ളത് മസീദുൻ ലി തഅ്കീദ് മഅന നഫി, നഫീന്റെ മാന വീണ്ടും തഅ്കീദാക്കാൻ ഇവിടെ ലാ മടക്കിയത്. അയ്യൂതിയഹുല്ലാഹുൽ കിതാബ, പിന്നെ സുമ്മ യഖൂലല്ലാട അത്ഫാക്കിയല്ല, എന്നിട്ടോ ലാന വീണ്ടും മടക്കി. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും അർത്ഥം കിട്ടും. ഇങ്ങനെ വയഅ്മുറക്കും, കൽപ്പിക്കലും പറ്റൂല. അവിടെ ലാന തഅ്കീദ് കുറച്ചുകൂടെ ശക്തി കൂട്ടാനാണ് ഉണ്ടാക്കിയ. ഐ മാ കാന ലി ബശരിൻ, നമ്മൾ തൽക്കുന്നേ തുടങ്ങാം. ഐ യസ്തംബിഹു അല്ലാഹു തആല, ഒരാളെ, ഒരു ബഷറിനെ അല്ലാഹു തആല നബിയാക്കി നിശ്ചയിക്കുന്നു. അവൽ മുതലേ തുടങ്ങുന്നു. സുമ്മ യഅ്മുറു അന്നാസ ബിഇബാദത്തി നഫ്സിഹി, എന്നിട്ട് ഇബാദത്ത് ഓറ നഫ്സിന് വേണ്ടിയാക്കാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കല്. അന്നേരം ഇബാദല്ലിയാകില്ലേ. വയഅ്മുറ ബിഇത്തിഖാദിൽ മലായികത്തി വന്നബിയ്യീന അർബാബാ എന്ന ഈ മൂന്നാമത്തത്. നബിമാരെയും മലായിക്കത്തിനെയും അർബാബാക്കാൻ വേണ്ടിയും പറയാൻ പാടില്ല. അല്ല, അതാ കമാകാല ഖുറൈശികൾ പറയാറുണ്ട്, അൽ മലായിക്കത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അല്ലാഹുവിന്റെ പെമ്മക്കളാണ് എന്ന് പറയും. വൽ യഹൂദു വന്നസറ ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് രണ്ടാളും പറയും. ഇത് യഹൂദികളാണ് ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് പറയുന്നത്. വൽ മസീഹു ഇബ്നുല്ലാഹ് അത് നസാറകൾ. അപ്പം എന്താക്കി ലഫ്നുസ്റ മുറത്തബു. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, വഖാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. അല്ലാണ്ട് യഹൂദികൾ രണ്ടാളും കൂടെ പറഞ്ഞല്ല, ഓരോ വിഭാഗത്തിനും കൊടുക്കുക. വൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വന്നസാറയോ മസീഹ് ഇബ്നുല്ലാഹ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ മുസ്ലിമായി കഴിഞ്ഞ ശേഷം കുഫർ കൊണ്ട് കൽപ്പിക്കുവോ? ഈ കൽപ്പനകളൊക്കെ കുഫറിലേക്ക് എത്തിക്കല്ലേ. അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാവില്ല. അപ്പൊ അയമുറുക്കും തന്നെ അങ്ങനെ നബി കൽപ്പിക്കുന്നുണ്ടായിട്ടില്ല, കൽപ്പിക്കൂലല്ലോ നബി. അയമുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായതിനു ശേഷം കുഫർ കൊണ്ട് കൽപ്പിക്കൂ. അങ്ങനെയല്ല, കൽപ്പിക്കുമോ എന്ന് ചോദ്യമല്ല, ശരിക്കും കൽപ്പിക്കൂല. അങ്ങനെ ഒരാൾ പറയോ എന്ന് പറഞ്ഞാൽ പറയൂല എന്നല്ലേ. യഅനി അയമുറുക്കും ബിഇബാദത്തിൽ മലായികത്തി വസ്സുജൂദിൽ അംബിയായി, മലായികത്തിനെ എന്താക്കുന്നു, ഇബാദത്തെടുക്കാനും അതുപോലെ അംബിയാക്കൾക്ക് സുജൂദ് ചെയ്യാനും കൽപ്പിക്കൂലല്ലോ. ബഅദ കൗനിക്കും മുഖ്ലിസീന ബിത്തൗഹീദി ലില്ലാഹ്, അല്ലാഹു തആലാക്ക് തൗഹീദാക്കലെ കൊണ്ട് നിങ്ങൾ മുഖ്ലിസീങ്ങളായല്ലോ. അതാണ് ഇത് അൻതും മുസ്ലിമൂൻ. ഫഇന്നഹു ലൗ അമറക്കും ബിദാലിക ലകഫറ, അങ്ങനെ ഒരാൾ കൽപ്പിച്ച ആളും കാഫിറാണ്ടല്ലോ. അപ്പൊ ഇവരുടെ വാദപ്രകാരം എന്തായി? അമ്പിയാക്കളും കാഫിരീങ്ങളാണ്. കേട്ടാ, അപ്പം നബുവത്തുല്ലിമാനെല്ലാം നഷ്ടപ്പെട്ടില്ലേ? അങ്ങനത്തൊന്നും ഉണ്ടാവില്ല. فإنه تعالى لا يؤتي الوحي والكتاب إلا نفوسا طاهرة, താഹിറായ നഫ്സുകൾക്കല്ലാതെ കണ്ട് അല്ലാഹു തആല വഹയോ കിതാബോ കൊടുക്കൂലല്ലോ. അതുപോലെ അർവാഹൻ തയ്യിബ, തയ്യിബായ അർവാഹുള്ളവർക്ക് എന്താക്കും കൊടുക്കുള്ളൂ. അപ്പം ഫല യജ്മഉ ബശറും ബൈന നബുവ്വത്തി, നബുവ്വത്തിന്റെ ഇടയിലും വബൈന ദുആഇൽ ഖൽഖി ഇലാ ഇബാദത്തി ഗൈരില്ലാഹ്, അല്ലാഹു തആല അല്ലാത്തവരെ ആരാധിക്കണം എന്ന് ജനങ്ങൾ ക്ഷണിക്കുന്ന ഇടയിലും എന്താ ഒരുമിച്ച് കൂടൂല. അങ്ങനത്തെ വൈരുദ്ധ്യം ഇവരിവിടെ പറഞ്ഞത്. ഇതെല്ലാം കൂടെ കണ്ടെടുത്താണ് ഇപ്പോഴത്തെ പുത്തനാശയക്കാർ ആശയങ്ങൾ ഏകദേശം ഇതെല്ലാം വരും. അതേ ശൈലിയാണ്. ഏകദേശം ഞാൻ 100 ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ടെന്ന് ലാസിമായിട്ട് ഉണ്ടാക്കി 100 കുറ്റം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ട്
ഇസ്തിഗ്ഫാറിന്റെ അമലല്ല കണ്ടത്. എന്താ അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാനി റബ്ബിലേക്ക് നിസ്ബ ചെയ്തിട്ട് അവരുടെ സ്ഥാനം വലുതാക്കി. ആരെ അതിന് രണ്ട് പണിയും എടുത്തത്? ഒന്ന് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കും, മറ്റൊന്ന് പഠിപ്പിക്കും. തഅല്ലുമ് തഅലീം. അതാണ് മുപ്പത് പറയുന്നത്, വഅലം അന്നൽ ഇൽമ വദ്ദിറാസത ജുഇല സബബൻ ലിർറബ്ബാനിയ്യ. റബ്ബാനിയാകാൻ വേണ്ടിയുള്ള സബബാക്കിയിട്ടാണ് എന്തിനാക്കിയത്? ഇൽമിനെയും ദിറാസത്തിനെയും ആക്കിയത്. അപ്പൊ വകഫാ ദലീലൻ അലാ ഖൈബതി സഅയി മൻ അജ്ഹദ നഫ്സഹു ഫീ ജംഇൽ ഇൽമി. ഇൽമിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ടോ സുമ്മലം യജഅൽഹു ദരിയതൻ ഇലൽ അമൽ, അമലിലേക്ക് അതിനെ വസീലയാക്കിയിട്ടുമില്ല. അപ്പൊ അവന്റെ സഅയി പരാജയപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ കിതാബിൽ വിശാലമായിട്ട് വരില്ല. ഒന്നില്ല, അവന്റെ അമലില് ഇൽമിന്റെ ശാഖ കാണുന്നില്ല. ജാഹില് ചെയ്യുന്നത് ഇവൻ ചെയ്യുന്നത് കണക്ക്. ജാഹിലും അടുത്തേക്ക് കൊണ്ട് തുണിയും കുടിക്കുകയും ചെയ്യും, പഠിച്ച ജാഹിലും ചെയ്യും. അപ്പൊ പിന്നെ പഠിപ്പടെ പോയി. ജാഹിലും നെറ്റിക്ക് തടവും, പഠിച്ചവനെന്താകും നെറ്റിക്ക് തടവും. ഇതാ പറയുന്നത്. ഇതല്ലാണ്ട് എല്ലാ ഇബാദത്തിനും മനുഷ്യൻ ഒരുമിച്ച് കൂട്ടൽ നല്ല ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇൽമ അതിനെ അംഗീകരിച്ചു കൊണ്ട് പോകണം. ഇൽമും അമലും തമ്മിൽ മുത്താബിക്കാണോ? എല്ലാ അമലും വാരിക്കൂട്ടൽ ചെയ്യോ? അതിന് വ്യാഖ്യാനം വരുന്നുണ്ട്. അപ്പോ കഫ അല ഖൈബത്തിന്റെ ഇവിടത്തേക്കാൾ സുമ്മലം ദരിയത്തൻ ഇലൽ അമലി കൂട്ടി വായിക്കണം. വല്ലാണ്ട് ഈ ജംഇൽ ഇൽമി മാത്രം പറഞ്ഞിട്ട് അയാൾ ഈ ഹായിബായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഇൽമ പഠിക്കാൻ പോട്ടാന്നല്ല എത്തണില്ല. ആടെ നിർത്തുക. എന്നിട്ടോ ഇതാ കിതാബിലുണ്ട്, ഇതാ ഒന്നും പഠിക്കണ്ട. ഫകാന മസലു മൻ ഖറസ ശർജറതൻ ഹസനാ. അയാൾ നല്ല ഒരു മരം നട്ട്, തുഅജിബുഹു ബിമൻദരിഹ, അതിന്റെ കാഴ്ച തന്നെ ഇയാൾ അത്ഭുതപ്പെടുത്തു. അങ്ങനത്തെ ഒരു മരം നട്ട്. വലാ തൻഫഉഹു ബിസമരിഹ, അതിന്റെ സമറ് കൊണ്ട് ഒരു ഉപകാരമില്ല. മരം ഇങ്ങനെ വളരാൻ തന്നെയാണ്, ഒന്നുമില്ല. അപ്പൊ ഫൽ അമലു ബിഗൈരിൽ ഇൽമി. ഇനി തിരിച്ചു വെക്ക്. ഇൽമില്ലാതാണ്ട് അമൽ ചെയ്ത് അല്ല, വൽ അമലു ബിഗൈരിൽ വൽ ഇൽമു ബിഗൈരിൽ അമലി. അവിടെ അച്ചടി പഠിച്ചിട്ടുണ്ട്. നോക്കറാ, നമുക്ക് വേണ്ട എന്താണ്? അമലില്ലാതെ ഇൽമ ഇപ്പൊ സംസാരിച്ചത്. ഇനി ഇൽമില്ലാതെ അമലും കൂട്ടുണ്ട്. തിരിച്ചു വെച്ചാലുണ്ടാവുമല്ലോ. അവിടെ നോക്ക്, ഫൽ അമലു ബിഗൈരിൽ ഇൽമി. അതിനപ്പുറം വൽ ഇൽമു ബിഗൈരിൽ അമലി എന്നല്ലേ വേണ്ടി. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല? രണ്ടു വശല്ലേ? അതല്ല യുസ്ബിതു കുല്ലും മിൻഹുമാ ബിൻഫിറാദിഹി. അത് ഓരോന്നും തനിച്ചാല് ഇസ്ബാത്താക്കൂല അൻ നിസ്ബത ഇല റബ്ബി. റബ്ബിലേക്കുള്ള നിസ്ബ റബ്ബാനിയാകാൻ ഏതെങ്കിലും ഒറ്റൊന്നും അറിയാവൂല. രണ്ടും കൂടിയിട്ട് വേണോ? അപ്പം ഇൽമില്ലാതെ കണ്ടൊരാൾ അമൽ ചെയ്താൽ റബ്ബാനിയാവൂല. അമലില്ലാതെ ഇൽമു ആണെങ്കിൽ അതും റബ്ബാനിയാകാൻ പര്യാപ്തമല്ല. അപ്പൊ അടാ ഇത് അക്സൈപ്പ്, അത് രണ്ടും അമലായിപ്പോയി. അപ്പൊ ഫഉലിമ അന്നൽ ആലിമ അല്ലദീ ലാ യഅമലു ബിഇൽമിഹി, ഇൽമു കൊണ്ട് അമലില്ലാത്ത ആലിമ് മുൻഖതിഉൻ നിസ്ബതി ബൈനഹു വ ബൈന റബ്ബിഹി, അവന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള നിസ്ബ നഷ്ടപ്പെട്ട ആളാണ്, റബ്ബാനിയാവൂല. പിന്നെ അത് ഏതുപോലെ കൽ ആമിനുൽ ജാഹിലിന് നേരെ ജാഹിലായ ആമിലിനെ പോലെ തന്നെ അയാൾക്ക് അമലുണ്ടെങ്കിലും ഇൽമില്ല. അപ്പൊ ഫകുല്ലും മിൻഹുമാ ലൈസ മിനല്ലാഹി ഫീ ശൈഇൻ. ഈ ഓരോരുത്തരുണ്ടല്ലോ മറ്റേതില്ലാണ്ട് അവര് അള്ളാഹിന്റെ അടുക്കൽ ഒരു ചുക്കുമില്ല. ഞാൻ പറയില്ല, ഒന്നുമില്ല. ലൈസ മിനല്ലാഹി ഫീ ശൈഇൻ. എന്തുകൊണ്ട്? ഹൈസു ലം തുസ്ബിത്തിൻ നിസ്ബത, അള്ളാഹിനെക്കുള്ള നിസ്ബയെ സബൂത്താക്കൂല ഇല്ലാ ലിത്തമസ്സുക് ബിൽ അമലിൽ മബ്നിയി അലൽ ഇൽമി. ഇൽമിന്റെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട അമല് കൊണ്ട് മുറുകെ പിടിച്ചാലല്ലാതെ ഉണ്ടാവൂല, നിസ്ബ സബൂത്താവൂല. ബാക്കി നോക്കറാ, ഇൽമിന്റെ മേല് കെട്ടിപ്പടുക്കണം എന്തിനാ? അമൽ.
ആ അതെന്തിനും അങ്ങനെ തന്നെ. ഒരാൾ നെഹവ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ വായന ദേശം നെഹവില്ലാണ്ട് എന്തായാലും വായന മനസ്സുമ്പോൾ ജാറ മറക്കുക. പണ്ട് വായിക്കാനെ പറ്റി പറയില്ലേ, ജാറ മറക്കുക. അപ്പൊ അയാൾ നെഹവ് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിൽ രണ്ടും കണക്കന്നല്ലേ. ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖസമ ലഹരി റജുലാനി, എൻ്റെ പുറം പൊളിച്ചു കളഞ്ഞു എന്നുവെച്ചാൽ വളരെ ശല്യം ചെയ്തു. ആര്? രണ്ട് കൂട്ടർ. ഒന്ന് ആലിമ മുത്തഹത്തിക്ക്, ഒരു ആലിമുണ്ട് പക്ഷെ ദീനിനെ പറിച്ചു വേണം, ദീനുമായിട്ട് അയാളെ പ്രവർത്തനം ഒരു ബന്ധവുമില്ല. ആ മറ്റൊന്നോ ജാഹിലും മുത്തന, വല്ലാണ്ട് ഇബാദത്ത് എടുക്കുന്ന ജാഹിലുമുണ്ട്. അവനക്ക് ഒന്നു കൊടുക്കാനും അറിയില്ല, നിസ്കരിക്കാനും അറിയില്ല, സുജൂദും അറിയില്ല, അവരത്ത് മറക്കാനും അറിയില്ല, ഇബാദത്താണ്. നഊദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഊൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽപ്പെട്ടതാണ്. വഖൽബിൻ ലാ യഖ്ശഉ, അല്ലാഹുവിനെ പേടിക്കാത്ത കൽബ്. അതുകൊണ്ട് ഫഅലൽ മുതഅല്ലിമി അൻ യത്ലബ ബിഇൽമിഹി മർളാത്തുല്ലാഹി തആല, ഇൽമ പഠിക്കുന്ന ആൾക്ക് അനിവാര്യമാണ് എന്ത്? ഇൽമിനെ തേടൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതണം. വബി അമലിഹി, അവൻ്റെ അമല് കൊണ്ട് കരുതണം. അർ റബ്ബാനി, റബ്ബിനെ കൊള്ളയുള്ള നിസ്ബ, നിസ്ബത്ത് പൂത്താക്കാൻ എന്ന് പറഞ്ഞില്ലേ. ഇനി ഫമൻ ഇസ്തഗല ബിത്തഅലീമി വത്തഅല്ലുമി, ഒരാൾ തഅലീം കൊണ്ടോ തഅല്ലും കൊണ്ടോ ഒരാൾ ശുഗലായി. എങ്ങനെ ശുഗലായി? ലാ ലിഹാദൽ മഖ്സിദി, ഈ മഖ്സിദ് അല്ല അയാൾക്കുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ പൊരുത്തം തേടലും റബ്ബിനെക്കുള്ള നിസ്ബ കിട്ടലും അല്ല ഉദ്ദേശം. അധ്വാനം വളരെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ വഖാബ അമലുഹു. ഇനി വൽ ഇശാറത്തു അന്ന മൻ ദഅബ അന്ന മിൻ ദഅബിൽ അഹ്ലിൽ ഹഖീഖത്തി, നമുക്ക് ഇതിലൊരു ഇശാറത്തും ഉണ്ട്. എന്തുകൊണ്ട്? ഇവർക്ക് ഖുർആൻ പഠിപ്പിച്ചതും ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത് എല്ലാരാണ്? ആ കിതാബും മുഖം കിട്ടിയ നബിയാണല്ലോ. അപ്പൊ ആ നബിയുടെ സ്ഥാനത്ത് നായിബായിട്ടാണ് ആര് വരുന്നത്? അൽ ഉലമാഉൽ ആമിലൂൻ. ഓരോ കടമയാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കണം. അതാ പറയുന്ന അന്ന മിൻ ദഅബി അഹ്ലിൽ ഹഖീഖ, അഹ്ലുൽ ഹഖീഖത്തിന്റെ ശരീരയിൽപ്പെട്ടതാണ് തർബിയത്തുൽ അത്ബാഇ വൽ മുരീദീൻ, അത്ബായികളെയും അവരുടെ മുരീദന്മാരെയും തർബിയത്ത് ചെയ്യുക. എന്തിന്? ലിയകൂനു റബ്ബാനിയീൻ, ശിഷ്യന്മാരെല്ലാം ആരാവട്ടെ? റബ്ബാനിയങ്ങളാവട്ടെ. മുതഖല്ലിഖീന ബി അഖ്ലാഖിർ റബ്ബാനിയ, റബ്ബിന്റെ അഖ്ലാഖ് ഉണ്ട്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ എന്ന് പറഞ്ഞു. അൽ ആമിലീന ബിമാ യഅലമൂന മിനൽ കിതാബി, കിതാബിൽ നിന്ന് അവർ അറിയുന്നത് കണ്ടുകൊണ്ട് അമൽ ചെയ്യുന്നവരാക്കാനും. വബിമാ കാനൂ യുദ്രിസൂന മിനൽ ഉലൂം, ഉലൂമിൽ നിന്ന് അവർ ദർസ് നടത്തുന്നുണ്ടല്ലോ, അതുകൊണ്ടും. വലാ യഖ്നഊന അലാ ദിറാസതിഹാ, വെറും ദിറാസത്ത് കൊണ്ട് മാത്രം ബന്ധപ്പെട്ടാൽ പറ്റൂല. വലിയൊരു കോളേജ് തുടങ്ങിയതിന് 1000 പിള്ളേരുണ്ട് എന്നുണ്ടൊന്നും കാര്യമില്ല. പിന്നെ അപ്പൊ വലാ യഫ്തറൂന എന്നാണ് ഇവിടെ കാണുന്നത്. വലാ യഗ്തറൂന എന്ന് വേണമെന്നാണ് മുഅബ് പറയുന്നത്. യഫ്തറൂന എന്ന് പറഞ്ഞാൽ കളവ് കെട്ടിപ്പറക്കലല്ലേ, അതിനുശേഷമുള്ള യോജിക്കുന്നില്ലത്. ഇഫ്തറാന്റെ ഇഫ്തറു ആണെങ്കിൽ ബി മഖാലാത്തിൻ അഖദുഹ മിൻ അഫ്വാഹിൽ ഖൗമി, സൂഫിയാക്കൾ പറഞ്ഞ് ഓർമ്മൊഴിഞ്ഞ കിതാബ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഇവൻ കാണാപ്പെടാക്കുക. എന്നിട്ട് ഇങ്ങനെ പറയാം, അതുകൊണ്ട് ഇവൻ വലിയാളാവില്ല എന്നാ പറയുന്നത്. അത് കാണാപ്പാടാക്കിയിട്ട് പറഞ്ഞാൽ ഹുറൂറിൽ പെടലാന്ന്, അതുകൊണ്ട് വലാ യഗ്തറൂനാന്ന് വേണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവൻ സ്വയം ചതിയിൽപ്പെടാൻ പാടില്ല. ബി മഖാലാത്തിൻ, ചില കലാമുകളെ കൊണ്ട്. ഇതിൽ നിന്ന് അഖദൂഹ, ആ മഖാലാത്തിൽ അവർ പിടിച്ചെടുത്ത് മിൻ അഫ്വാഹിൽ ഖൗം, അൽ ഖൗം ആരാ? സൂഫിയാക്കളെ. അപ്പൊ സൂഫിയാക്കളെ കിതാബ് അതിനെല്ലാം കുറെ ഇബാറത്ത് കാണാപ്പാടാക്കിയിട്ട് ഇങ്ങനെ അവർ പറയുന്നത് കൊണ്ട് ഇയാൾ അതിന്റെ ആളായിക്കൊള്ളുന്നില്ലല്ലോ. ആ ഹിക്മ ദേശം കാണാപ്പാടുണ്ട്, ഹെയ്യ കാണാപ്പാടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഗസാലിമ മറ്റേ സ്ഥലത്ത് പറഞ്ഞല്ലോ, ഒരു വൈദ്യ ഗ്രന്ഥം കംപ്ലീറ്റ് ഉണ്ടാക്കി ഒരാൾ കാണാപ്പാടാക്കി, എന്നാൽ വൈദ്യരാവില്ല. യശാദന്റെ ശാസ്ത്രം കാണാപ്പാടാക്കിയ ശ്ലോകം ശാസ്ത്രയോഗം മുഴുവനും പഠിച്ചു 1000 പ്രയോഗം ഉണ്ടാവും.
നമ്മൾ അൽഫിയ എന്ന് പറഞ്ഞുകൊടുക്കുന്നു 1000 പ്രയോഗങ്ങളാണ്. കഷായങ്ങളായിട്ടും മരുന്നായിട്ടും ഗുളികയായിട്ടും തേയിലായിട്ടും എല്ലാം കൂടെ 1000 പ്രയോഗങ്ങളുണ്ട്. ശാസ്ത്രയോഗം അത് കാണാൻ പാടാക്കിയാൽ വീട്ടിലുമോ? അപ്പൊ അവളെ യഫ്തറൂന എന്നല്ല യഫ്തറൂന എന്ന് ഉണർന്നാ മനസ്സിലാക്കാൻ കഴിയും. അതിനാ ഈ ഷൈനിനെ ദഅവ ചെയ്ത ചിലര് അല്ലദീന ഗലബത് അലൈഹിം അഹ്വാഉഹും അവരെ തടിഹവ അവർ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. വസിഫാത്തു ബശരിയത്തിഹിം ബശരിയത്തിന്റെ സിഫാത്തും അവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. തിന്നലും കുടിക്കലും അതൊക്കെ തന്നെ. എന്നിട്ടോ യഖ്ദഊനൽ ഖൽഖ അവർ പടപ്പുകളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നില്ല? ഈ മുദ്ദയങ്ങളില് ഞാൻ കുത്തുബാണ് കുത്തുബുദ്ധമാല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചത് 10 സ്ഥലം ഇട്ടിട്ട് വരൂ. ആ ബഷീരത്തിന്റെ സിഫത്തില്ലെന്നില്ല. അവരെ തടിഹവ അവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. തടിഹവാന്റെ അടിമയായി. ബഷീരത്തിന്റെ സിഫാത്തും അവർ കീഴ്പ്പെടുത്തി. നിങ്ങൾ തെറ്റിച്ച് മനസ്സിലാക്കാൻ പാടില്ല. ഞാൻ ഉത്തരവാദിയല്ല. അവരെന്താക്കുന്ന പടപ്പുകളെ ചതിക്കുകയാണ്. ബിഅൻവാഇൽ ഹിയൽ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട്. വയസ്തത്ബിഊന ബഅദൽ ജഹല അങ്ങനെ ചില ജാഹിലിയങ്ങൾ അവരെന്താക്കും താബിഈങ്ങളായിട്ട് അണച്ചുമുട്ടും. എന്നാൽ ഈ കൂടുന്ന ജാഹിലിയങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം വേണ്ട. നെയ്ച്ചോറ് കിട്ടും. ഇന്ന് ആണ്ട് കേൾക്കും മറ്റൊരാണ്ട് കേൾക്കുന്നുണ്ട്. നെയ്ച്ചോറും കിട്ടും പോക്കറ്റ് മണിയും കിട്ടും. അതല്ലേ ആഴ്ചക്ക് 3 ആണ്ട് കഴിക്കും. ഏത് ശേഷന്റെ പേരുണ്ട് അവിടെ നെയ്ച്ചോറും ബിരിയാണി വെച്ച് വിളമ്പൽ തന്നെ. അത് പോയാക്കെന്താന്ന് ചോറ് കൂട്ടുന്നില്ലാണ്ട് വളർന്നും കഴിയില്ല. കള്ളശേഖന്മാരെ ശൈലിയായി പറഞ്ഞു വരുന്നത്. ജനങ്ങളെന്താക്കും ഈ ബാലത്തുൽ ജഹലത്തിനെ അവർ വേട്ടയാടുന്നുണ്ട്. ബി കലിമാത്തിൻ അഖദുഹാ മിനൽ അഫ്വാഹ് ശേഖന്മാരുടെ വക്കൽ നിന്ന് കേട്ട കുറെ കലിമാത്ത് ഫനാഹ് ബഖാഹ് ഏതാകണം നെക്സ്റ്റ് ഫനാഹ് ആകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയില്ലേ. എന്താ ഫനാഹ് എന്നൊന്ന് വ്യാഖ്യാനിക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഇങ്ങനെ കേട്ട് കാണാൻ പാട് തത്തമ്മ പാട്ടുണ്ട്. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ എന്താക്കും? എന്ത് കണ്ടാൽ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയാനേ അറിയുള്ളൂ. അതുപോലെ സിദ്ഖിന്റെ അഹ്ലുകാർ എന്താക്കും? താലിബീങ്ങളിൽ നിന്ന് അവർ ചതിക്കുന്നുണ്ടാവും. അപ്പൊ ആടെ ഒരാളുണ്ട്, ഓരോ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കൂടാ കാരണം അടന്തല്ലോ ഹക്കീക്കത്തെല്ലാം പറയുന്നുണ്ട്. തോന്നാൾ നല്ല നല്ല നീയത്തോടെ പോകുന്നുണ്ടാവും. പോയിട്ടോ ഹക്കിന്റെ തരീക്കോളം മുറിച്ച് കളഞ്ഞു. അല്ല ഞാൻ പണ്ട് പറയലിപ്പോ കത്തി എടുത്തിട്ട് ഇങ്ങനെ അണച്ചാല് കൊണ്ടുപോകുമ്പോഴുള്ള മൂർച്ച തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. കത്തി അണച്ചു ദൂരത്തുനിന്ന് കാണുന്നുണ്ടാന്ന് അയാൾ കത്തി അണക്കുന്നുണ്ട്. നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ എന്തിന്റെ കുറവുള്ളത്? കല്ലുണ്ട്, കത്തിയുണ്ട്, അണക്കുന്നുണ്ട്. പക്ഷെ അണക്കണ്ട പോലെ അണക്കാത്തത് കൊണ്ട് ഉള്ള മൂർച്ചയും കളഞ്ഞിട്ട് എന്താകും? 2 തലയും ഒരുപോലെ ആയിട്ടുണ്ടാവും. അത് തന്നെ പറയും പഠിപ്പുണ്ടാളെ കാണാൻ പാടില്ല. ആദ്യം മക്കലാടെ പഠിപ്പുണ്ടാളെ കാണാൻ പാടില്ല. മറ്റൊന്നെന്താക്കും? ബാറോ ഷേഖിന്റെ കറാമാത്തം അതൊന്നും കേൾക്കാൻ പാടില്ല. അന്നേരം ഇവനാ കാണുമ്പോൾ ഇയാൾ അപ്പുറമുണ്ടെന്ന് തോന്നിക്കളില്ല. അപ്പൊ മലേഷ്യ താങ്കളെ പറയുമ്പോ ഞാനങ്ങനെ വലിയാളെല്ലാം തോന്നാൻ പറ്റൂല. എല്ലാം തടഞ്ഞു നോക്കല. അതാ അങ്ങനെ ആ തരീഖിന്റെ കഥ എങ്ങനെ? ഹക്കിന്റെ അഹ്ലുകാരെ സ്വഹബത്തിന് ആദ്യം തടഞ്ഞു വെക്കല്. അതാ അതുപോലെ മശായിഖിൽ ഇൽമിന്റെ മശായിഖന്മാർ സ്വഹബത്തും പറ്റൂല. എന്നിട്ടോ ഇവരിടുന്ന് കാട്ടിക്കൂട്ടുന്ന ഒന്നുകൊണ്ട് നിലയും തസ്ലീമും വേണം. നിങ്ങൾക്ക് വേറോടെയും വിട്ടുപോകാൻ പാടില്ല കൽപ്പിക്കൂ. വലാ യഅരിഫൂന ഗൈറഹും അപ്പൊ ഗൈറിനെ അറിയാനും പാടില്ല. ചുരുക്കത്തിൽ എന്തായി? ഫയഅ്ബുദൂനഹും മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനെ കൂടാതെ ഇവരെ ആരാധിക്കാൻ വരെ തുടങ്ങുന്നു. ശൈഖ് പറഞ്ഞൊന്നും പറഞ്ഞാൽ തുടങ്ങില്ല.
അതാ കമാഹുവ ദഹബു അക്സരി മശായിഖ് സമാനിന ഹാദാ, നമ്മൾ ഈ കാലത്ത് കാണുന്ന അധിക ശേഖന്മാരെ കാര്യം തന്നെ കാണുന്നു. ഫഇന്നഹു ലൈസ മിൻ ദഹബി മൻ യുഅ്തൽ കിതാബ വൽ ഹിക്മത വൽ നുബുവ്വ. നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കിതാബും ഹുക്കുമും നബുവത്തും കൊടുക്കപ്പെട്ടവര് അവരെ അത്തബായിങ്ങൾ അടിമകളാക്കി വെക്കാൻ പറ്റൂല. ഓർക്കെന്ത് വേണം, ആവശ്യമുള്ളത് പഠിപ്പിച്ചു കൊടുത്തോണ്ടും തൗഹീദിലേക്ക് എത്തിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടന്നിട്ടില്ലല്ലോ, ഇൽമ് തടഞ്ഞിട്ടില്ല, അതവിടെ തീർന്നു. ഇനി പറയുന്നത് ഓരോ നബിമാരോടും അള്ളാഹു തആല കരാറെടുക്കും, അതിന് ശേഷം വരുന്ന നബിനെ അംഗീകരിച്ചുള്ളൂ. അപ്പൊ മൂപ്പറ പോക്കിൽ എല്ലാ നബിമാരുടെ പാരമ്പര്യത്തിലേക്കും ഈ ആയത്ത് മടങ്ങും. മറ്റു മുഫസ്സിരീങ്ങൾ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ പ്രത്യേകിച്ചാണ്. അത് ഈ ആമിൽ നിന്ന് ഖാസ് തന്നെയാണ്, പക്ഷെ അതിൽ ഒതുക്കി നിർത്തുമ്പോൾ വ്യത്യാസം വരുന്നു. മൂസാ നബിക്ക് ശേഷം ഈസാ നബി വരും, ഈസാ നബിക്ക് ശേഷം ആര് വരും, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഓരോ നബിക്ക് ശേഷം ഓരോ നബിമാർ വരുമല്ലോ. ആ തർത്തീബ് പ്രകാരം എല്ലാവർക്കും ഓരോരുത്തരും അതിന് മുമ്പുള്ള ആൾ കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മൂപ്പറ തഫ്സീർ പോകുന്നത്. മറ്റൊന്ന് സുമ്മജാക്കും റസൂലുൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണെങ്കിൽ ഇന്നലെ ഈ ഒമൂമലിനെ തങ്ങൾ ഖാസാക്കിയിട്ടുണ്ട്, പരസ്പരം എതിരില്ല. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ, മുഴുവൻ നബിമാരുടെയും മീസാക്കിനെ അല്ലാഹു തആല വാങ്ങി. മീസാക്ക് എന്ന് പറഞ്ഞാൽ സാക്ഷി നിർത്തിക്കൊണ്ടും പിന്നെ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു കരാറിനാണ് മീസാക്ക് എന്ന് പറയുന്നത്. പൊളിക്കാൻ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അഖദ അല്ലാഹുൽ മീസാഖൻ നബിയ്യീൻ, അവിടെ രണ്ടിൽ അലിഫിലാമുണ്ട് അല്ലേ? അല്ല, അഖദ അല്ലാഹുൽ മീസാഖൻ നബിയ്യീൻ രണ്ടിൽ അലിഫിലാമില്ലേ? മൂന്നാഫിൽ അലിഫിലാം വേണം. അതന്നെ പറയുന്നത്. ആയത്തിൽ തന്നെ മീസാക്കൻ നബീനാന്നതിലുള്ളൂന്ന് ഞാൻ പറയുന്ന ആരും ഉൾക്കൊള്ളുന്നില്ല. വെറുതെ പറഞ്ഞാൽ എനിക്ക് സ്ഥലത്തല്ലേ. എന്താണ് ആ കരാറ്? പരസ്പരം എല്ലാവരും തസ്ദീഖാക്കിക്കൊള്ളണം. അപ്പൊ ഒരു നബി മാറും, ഒരു നബിയോടും ആരും എല്ലാം വാഹവൽ അഹദ അലാ കുല്ലി നബിയ്യിൻ, ഓരോ നബിനോടും കരാറ് വാങ്ങിയിട്ടുണ്ട്. അൻ യുഅ്മിന ബിമൻ യഅതി ബഅദഹു മിനൽ അംബിയാ, അവർക്ക് ശേഷം വരുന്ന നബി ആരാണോ അവരെ കൊണ്ട് വിശ്വസിച്ചുകൊള്ളണം. ഓരോ കാലത്തുണ്ടാണ് രണ്ടാണ് സഹകരിച്ച് പ്രവർത്തിച്ചുകൊള്ളണം. അപ്പൊ എന്താക്കി എല്ലാ നബിമാർക്കും കരാറുണ്ട്. അപ്പൊ ശേഷം വരുന്ന നബി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ എന്താക്കി ഈ ആമി തങ്ങളും ആദ്യം പെട്ടിട്ടുണ്ടല്ലോ. വയൻസുറഹു, അവരെ സഹായിക്കണമെന്നും ഇന്നതിനൊക്കെ ഓരോ കാലം കിട്ടിയിട്ടുണ്ടെങ്കിൽ. വയില്ലം യുദ്രിക്കുഹു, ഇനി ഓരെ കിട്ടുന്നില്ലേ എന്നാലോ അൻയഉമുറ ഖൗമഹു ബിൽ ഈമാനി, അവിടെ വയില്ലം എന്ന് വാവാണോ അല്ല ഫാഗുള്ളത്? അവിടെ വാവ വേണ്ടി ഇല്ല ഫാഗല്ലേ? വസീലസ്ഥലം നോക്കറാണ്. നിങ്ങൾ നോക്കാണ്ട് നമുക്ക് സഹായിക്കാൻ ആരാ ഉള്ളത്? അവിടെ വാവിന്റെ സ്ഥാനമല്ല വരേണ്ടത്. ഓരോ കാലത്ത് എത്തിയെങ്കിൽ എന്താക്കണം? ഓരോ സഹായിക്കണം. കാലം കിട്ടിയിട്ടില്ലെങ്കിലോ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളോട് വസിയത്ത് വരണം എന്നാ പറയുന്നത്. ഒരു നബി വന്നാൽ നിങ്ങൾ ഓരോ അംഗീകരിക്കണേ. ഒരു പോയി. അപ്പൊ അവിടെ ഫാന്റെ സ്ഥാനം അവിടെ മറ്റേ അസുര പരിധി കേട്ടൊന്നു അൻയഉമുറ ഖൗമഹു ബിൽ ഈമാനി വബിനുസ്റതിഹി നദറകൂഹു, അതാ അവരെ കൽപ്പനയാ പറയുന്നത്. അൻയുഅ്മിന ബിമൻ യഅതി ബഅദഹു മിനൽ അംബിയാ വയൻസുറഹു, എപ്പോൾ ഇൻ അദ്റക ഓരോ കാലം കിട്ടിയില്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയൂ. പക്ഷെ ഓ സഹായിക്കണമെങ്കിൽ ഓരോ കാലത്തെത്തിക്കണ്ടേ. ഇനി ഓരോ കാലം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കൗമിനോട് കൽപ്പിക്കണം എന്ത്? ബിൽ ഈമാനി ബിഹി, ആ വരാൻ പോകുന്ന നബിനെ കൊണ്ട് വിശ്വസിക്കണം. വബിനുസ്റതിഹി, സഹായിക്കൽ കൊണ്ടും കൽപ്പിക്കണം. ഇൻ അദ്റകൂഹു, ഈ കൗമ് അവർ എത്തിക്കുകയാണ്. അപ്പൊ കൗമിനോട് വസിയത്ത് പറയും.
ഞാനിപ്പം മരിക്കാൻ പോകുന്നത് നബി വരികയാണെങ്കിൽ നിങ്ങൾ ഓർക്കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞു. അവിടെ ഫാന്റെ സ്ഥാനാണ് വേണ്ടി അതല്ലേ? ആ അപ്പൊ ഇബാറത്തിന്റെ ഒച്ച കേൾക്കുമ്പോൾ തിരിവല്ല അടന്തോന്നുണ്ട്. അപ്പൊ മൂസ അതിന്റെ തെളിവത മൂസ അലൈഹിസ്സലാമിനോട് ഒരു മസലൻ അതിന് മുമ്പ് കഴിഞ്ഞാൽ അതുണ്ടാവും. ഈസ അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കണം. വമിൻ ഈസ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അവസാനത്തെ രണ്ട് ചങ്ങലെടുത്തേ ഉള്ളൂ. അമ്പിയാക്കളോടുള്ള ഹുക്മ തന്നെ ഇങ്ങനെയാണെങ്കിൽ കാനൽ ഉമ്മമു ബിദാലിക ഔലാ വഅഹ്റ. ഉമ്മത്തിന് പിന്നെ പറയാനില്ലല്ലോ. ഉമ്മത്ത് അപ്പൊ നബിയും ഉമ്മത്തും. അപ്പൊ നബിനോട് താപയായിക്കൊണ്ടെന്താകണം? ഉമ്മത്തും അതിൽപ്പെട്ടോളണം. അവിടത്തേക്ക് വിഷയം. അപ്പൊ എല്ലാ നബിമാർക്കും ബാധകാക്കിയത്. وَإِذْ أَخَذَ اللَّهُ وَذْكُرْ يَا مُحَمَّدُ صلى الله عليه وسلم وقت أخذ الله ميثاق الأنبياء. അമ്പിയാക്കളെ മീസാക്ക് വാങ്ങിയ ഒരു സന്ദർഭമുണ്ട്. അത് ഓർമ്മിക്കണം. എപ്പോഴാണ്? അത് മുമ്പ്. അപ്പൊ ഈസാ നബി മുതൽ മാത്രമല്ല, മുമ്പേ ഉണ്ട്. ഉമ്മത്തിന്റെ കരാറും അതാ അമ്പിയാക്കൾ വാസിത്യായിക്കൊണ്ടാവും ഉമ്മത്തിനോട് പിടിക്കുന്നു. എന്താ ആ കരാറിന്റെ ഒരു ഉള്ളടക്ക പറയുന്നു. ലാമ് തൗക്കീദ്. അപ്പൊ തീർച്ചയായും ഇന്നത്തെ തന്നെ മാ എന്നുള്ളതോ മാ മൗസൂല. മാന്റെ ബയാനാണ് മിൻ കിതാബിൻ വഹിക്കുമ. അപ്പൊ അല്ലാമ് എന്താണ് മൗത്തിഅത്തുൽ ഖസമി. അവിടെ മൗത്തിയത്ത് തന്നെ ഉള്ളത് അച്ചടിയിൽ എങ്ങനെയാണ്? അങ്ങനെ കസമിന് വേണ്ടി വെക്കപ്പെട്ടു. അവിടെ താവ് വേണം. തഖ്ദീറുഹു ലല്ലദീ ആതൈനാക്കും. അപ്പൊ അതാണ് ആ മാ മോസൂലിയാക്കി മറിച്ച്. മാ ഇപ്പം തന്നെ മോസൂലിയാവും. എല്ലാ മാവും മോസൂലിയായിക്കൊള്ളുന്നില്ല. 33 മാവുണ്ട്. നമ്മൾ എണ്ണിയെടുത്തോളം നമ്മൾ പല കിതാബിലുണ്ടായിരുന്നു 33 മാ മൗസൂലുണ്ട്, മാ നഫി ഉണ്ട്, മാ എന്താക്കുന്നത് തൗക്കീദുണ്ട്, റഫി ഉണ്ട്, മസ്തരി ഉണ്ട്. ഇങ്ങനെ പോയിട്ട് 33 മാ തീരും. അപ്പൊ എല്ലാം മാവ് മൗസൂലല്ല. അപ്പൊ മാ എന്നുള്ളത് മൗസൂലയാൾക്ക് തയ്യനാക്കാനാ മൂപ്പർ അല്ലദീന്ന് അതിന് തവീൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചിന്തിക്കപ്പ. മൗസൂലയാണെന്ന് കാണിക്കാനാണ് എന്തെങ്കിലും അല്ലദീന്ന് മൂപ്പർ തവീൽ കൊടുത്തില്ലേ? അപ്പൊ ലമാന്ന് പറഞ്ഞാൽ അല്ലദീ. ആ തൈനാക്കുമോഹു ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മിൻ കിതാബിൻ വഹിക്കുമത്തി. അതേതാ? വഹിയ ബയാനു കിതാബ് ഹിക്കുമത്തും പിന്നെ ബയാനു അഹ്കാമിൽ ഹലാലി വൽ ഹറാമി വൽ ഹുദൂദ്. അവ ഫിഖിയ്യത്തെല്ലാം പെട്ടയില്ലേ? നിങ്ങൾക്ക് വല്ലതും തന്ന് എന്നിട്ടോ സുമ്മ ജാഅക്കും റസൂലുൻ. പിന്നെ നിങ്ങൾക്ക് റസൂല് വരുന്നു. എങ്ങനത്തെ റസൂല്? മുസദ്ദിഖുൽ ലിമാ മഅക്കും. നിങ്ങളെ കൂടെയുള്ള ഒന്നിനെ തസ്ദീഖാക്കുന്ന റസൂലാണ്. അപ്പൊ ആ റസൂലൻ എന്നുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസാണ് എന്നാണ് ബഅദ് മുഫസ്സിരീങ്ങൾ പോയത്. അതിന് തഅദീമുൽ മിന്ന എന്ന് പറഞ്ഞ കിതാബ് തന്നെ ഉണ്ട്. ആയത്തിന് എന്താണ് തഫ്സീലായിട്ട് തഅദീമുൽ മിന്ന. അപ്പൊ ആയത്തിന്റെ ബാക്കി എന്താണ്? ലതൻസുറുന്നഹു വലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന എന്നാണ് കിതാബിന്റെ ബാക്കി പേര്. ഇവിടെ ഉണ്ട്. ആ ഒരറ്റാത്ത സുമ്മ ജാഅക്കും റസൂലൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ ഖാസൻ ഇവിടെ മൂപ്പർ എന്താക്കിയ പാരമ്പര്യത്തിൽ എല്ലാം അറിയാം. അമ്മ അപ്പൊ ആമിർ ഖാസും പോട്ടു. മുസദ്ദിഖുൽ ലിമാ മഅക്കും ലതുഅ്മിനുന്ന. അതാ ആരുടെ ഖിതാബ്? നബിമാരോട്. നിങ്ങൾ തീർച്ചയായും വിശ്വസിച്ചുകൊള്ളണം ബിഹി ആ വരുന്ന റസൂലിനെ കൊണ്ട്. വലതൻസുറുന്ന ആ റസൂലിനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. അതെ. അപ്പൊ എത്ര തൗക്കീദ്? ലാമ് തൗക്കീദ്, നൂനും തൗക്കീദ്. തുടക്കത്തിൽ ലാ കൊടുത്തില്ല, അവസാനത്തിൽ ഇന്ന. അപ്പൊ എന്തായിന്നറിയോ? വല്ലാഹി ലതുസദ്ദിഖുന്നഹു ബിരിസാലതിഹി.
അതിന്റെ അർത്ഥം ലതുഅ്മിനുന്ന ബിഹി. പിന്നെ വതൻസുറുന്നഹു അലാ അഅദാഇഹി, അഅദാക്കളുമായി നേരിട്ട് എന്താകണം, അവർ സഹായിക്കുകയും വേണം. ലിഇദ്ഹാരി ദീനിൽ ഹഖ്. ഖാല അല്ലാഹു തആല പറയുന്നു, ബഅദമാ ഖദൽ മീസാക, ഈ മീസാക്ക് സ്വീകരിച്ചതിന് ശേഷം അഅഖറർതും, നിങ്ങൾ ഇഖ്റാർ ചെയ്തോ, സമ്മതിച്ചോ? ഐ ബിൽ ഈമാനി, ഒന്ന്, വൻ നസ്രി ലഹു, രണ്ട് കാര്യമല്ലേ കൽപ്പിച്ചേ. ഖാല വഅഖൽതും അലാ ദാലികും, അതിന്റെ മേലെ നിങ്ങൾ പിടിച്ചോ. ദാലികും എന്ന് പറഞ്ഞ ഇശാറത്തേക്കൽ മീസാക്ക്. ഇസ്രി എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാത്ത കടുപ്പപ്പെട്ട ഹുക്കുമാണ്. അവൽ ഇസ്റു ഹാഹുന, ഇവിടെ ഇസ്റു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലഹദു സഖീൽ. ചില അതിനെ ഹാഹുന എന്നത് വേറെ സ്ഥലത്ത് മറ്റൊരർത്ഥം വന്നേക്കാം. ഖാലൂ, അപ്പോൾ അവരെല്ലാം മറുപടി അഖറർന, നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്, ബിദാലിക, അതുകൊണ്ട് ചെയ്തോളാം. ഇനി ഖാല സുബ്ഹാനഹു വ തആല പറയുന്നു, ഫശ്ഹദൂ അയ്യുഹൽ അംബിയാഉ വൽ ഉമമു, അംബിയാക്കളെ, ഉമമികളെ. ഉമേദ അംബിയാക്കളോട് താബിയച്ച് ഖിതാബല്ല, ഖും എന്ന് പറയുമ്പോൾ ഖിതാബുകൾ വെക്കുന്നല്ലേ. പെണ്ണിനോട് പറയുമ്പോൾ ഒറ്റനാണ് കീ വരണോ, അത് നിങ്ങൾക്കെല്ലാം അറിയില്ലേ. ഞാൻ ഇതിന്റെ വിഷയത്തിൽ മുത്തലൊക്കെ നിർമ്മിക്കുന്നു. മുഖാത്തമനുസരിച്ച് ഇങ്ങനെ മാറും. കാ, കീ, കൂ, കു, കുമാ, കുമു, ഇതെല്ലാം കണ്ടും കണ്ടിരുന്നു. ഫദാലി കുന്നല്ലതി, ജമാഅത്തുൻ നിസാന്റെ ഫദാലി കുന്നല്ലതി, ദാലി എന്നാണ് ഇശാറത്ത് അങ്ങോട്ട് പോയി. അപ്പൊ മുഖാത്തബ് ആരുണ്ടോ ഖും, കിം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നെഹ്വിന് പോയത്തം പറയുമ്പോൾ ബഷീർ ഉസ്താദ് പിടിച്ചോണ്ടോ, കാരണം ഉമ്മിയാക്കൾക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അത് എങ്ങനെന്തുകൊണ്ട് സാക്ഷ്യം വഹിക്കണം. അപ്പം ഷഹിദാക്ക് ശേഷം ഒരു മഷൂദ് വേണം. അതാ പറയുന്നത് ബാധിക്കും അലാ ബാദി, ബാദുവാദിന്റെ മേലെ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സാക്ഷ്യം വയ്ക്കാൻ. സെയ്ദും പറഞ്ഞിട്ടുണ്ട്, സെയ്ദിനെ പറയാൻ അർക്കും പറഞ്ഞിട്ടുണ്ട്. ഇനി വഅന മഅകും മിനശ്ശാഹിദീൻ വഅന അയ്ളൻ, അല്ലാഹു പറയുന്നു, ഞാനും ഷാഹിദുൻ അലാ ഇഖ്റാറിക്കും ബാലിക്കും. അപ്പൊ അല്ലാഹു സാക്ഷി. ഇനി ഇവിടെ നിന്നെങ്ങാനും എന്തിനും ഞങ്ങൾ കാണിച്ചു തരാം. فمن تولى بعد ذلك فأولئك هم الفاسقون. فمن تولى أي أعرض عما ذكر, ഈ പറയപ്പെട്ടതിൽ നിന്നൊരാൾ പിന്മാറിയാൽ ബഅദദാലിക്കൽ മീസാക്കി ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ഫാസിഖീങ്ങൾ. ഉലൈക എന്ന് മുബ്തദ പറഞ്ഞു. എന്നിട്ട് മുബ്തദയിൽ നിന്ന് എന്താക്കിയ ഹുമ്മിനെടുത്ത് പുറത്താടാൻ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടാണ് ഫാസിഖൂനാന്നുള്ളത്. അപ്പൊ അൽ മുതമർരിദൂൻ, ഫസഖാന്റെ മാന മുബറ പറയുന്നത്. അൽ മുതമർരിദൂന അൽ ഖാരിജൂന അനി ത്വാഅതി, താഅത്തിൽ നിന്ന് പുറത്തു പോയ മുതമർരിദീങ്ങൾക്കാണ് ഫാസിഖ് എന്ന് പറയുന്നത്. കാരണം ഫഇന്നൽ ഫാസിഖ മൻ കാന മുതജാവിസൻ അനിൽ ഹദ്ദി, ഹദ്ദ് വിട്ടുകിടക്കുന്ന ആൾക്ക് എന്ത് പറയും? ഫാസിഖ് എന്ന് പറയും. വത്തവല്ലി, ഇനിവിടെ പറയട്ടെ, ഫഉലൈക വമൻ തവല്ല എന്നല്ലേ. അപ്പൊ ഈ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? അംബിയാക്കളും ഉണ്ട്, ഉമ്മത്തും ഉണ്ട്. അംബിയാക്കളുടെ പക്കൽ നിന്ന് ഫമൻ തവല്ല അവർക്ക് ബാധകമല്ല, അവർ മാസൂമികളായതുകൊണ്ട്. അടക്കരെ പറഞ്ഞിരിക്കുന്നു. ഫമൻ എന്ന് പറഞ്ഞാൽ ആരുണ്ട്? കരാർ വാങ്ങി എല്ലാവരും പെട്ടില്ലേ. അപ്പൊ അംബിയാക്കൾ അതിൽ പെടൂല എന്നെന്താക്കി അക്കലിയ ദലീലുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അവർ മാസൂമികളാണ്. അതുകൊണ്ട് വത്തവല്ലി ലാ യഖഉ മിനൽ അംബിയാ, അംബിയാക്കളെ പക്കൽ നിന്ന് സംഭവിക്കൂല. അപ്പം വലാ യസിഫൂന ബിൽ ഫിസ്ഖി, വലാ യസിഫൂന എന്ന് ഇവിടെ കാണുന്നത് യൂസഫൂന എന്ന് ഓണോന്നാ തോന്നുന്നു. അടുന്നുള്ള അപ്പൊ അവർ വസ്ഫറിയില്ലെന്നല്ലോ, അവർക്ക് വസ്ഫറിയില്ലെന്നല്ലോ. അവർ ഫാസിഖീങ്ങളാണെന്ന് പറയാനും പാടില്ലെന്നല്ല പറയും. തവല്ലി ഇല്ലാക്കാക്ക് പിന്നെ ഫാസിഖ് എന്ന് പറയുന്നത്. ലാക്കിൻ അപ്പം ലഹു വജിഹാനി, സംഗതി ഇങ്ങനെ നമ്മൾ ആ ഉസൂൽ നിൽക്കുന്നത് അങ്ങനെയാണ്. പിന്നെന്തിന് ഫമന്തവല്ല എന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ടില്ല. മാസോമ്യങ്ങളായാലും ഹുക്കുമ ചെയ്യുന്നോണ്ട് പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്മത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹുക്കുമ പറയാൻ പറ്റൂല, അത് വേറെ നിയമം. യൂസഫ് അതല്ലേ പറയുന്നത്.
അപ്പം പിന്നെ അമ്പിയാക്കൾ അടക്ക സംബന്ധമല്ല എന്ന് പറയേണ്ട ആവശ്യം എന്തുണ്ടെന്ന് ചോദ്യോ. അന്നൽ മീസാക്ക കാനലൽ അംബിയ, ഈ അമ്പിയാക്കളെ മേലും ഉമ്മമിഹിം അല തബഇയ്യത്തി, ഉമ്മത്ത് തന്നെ താബിയായി. അപ്പൊ വത്തവല്ലി മിനൽ ഉമ്മമി ഖാസ്സ, ആ തവല്ലി എന്നുള്ളത് എന്തായിരിക്കും? ഉമ്മത്തിന് മാത്രമേ ബാധിക്കുള്ളൂ. ആര് പോയി? അമ്പിയാക്കൾ. അത് ശരിയില്ലേ? വസ്താനി, രണ്ടാമത്തെ ന്യായം അന്നൽ ഇസ്മത്ത്, അതാ മുമ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയം എന്നുള്ളത് അമ്പിയാക്കളെ പക്കൽ ഉണ്ടാവൂല. എന്നാലും ഇസ്മത്ത് ഉണ്ട് എന്ന് പറയാണ്ടിരിക്കൂല. അന്നൽ ഇസ്മത്ത് ലാ തുസീലുൽ മിഹ്ന മുമ്പും പറഞ്ഞിട്ടുണ്ട്. കമാ തഖദ്ദമ ഇൻതഹ. വഹാദാ ലമ്മാ കാന മദ്കൂറൻ ഫീ കുതുബിഹിം, ഈ സംഭവം ഇവരുടെ മുമ്പുകഴിഞ്ഞ കിതാബുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. വഹം കാനു ആരിഫീൻ, ഇവർ ആരിഫീങ്ങളുമാണ്. വിചാരിക്കാം ഈ ജൂതനസാറാക്കള്. ഫഖദ് കാനു ആലിമീന ബിസിദ്ഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നബുവ്വ, നബുവത്തിന്റെ വിഷയത്തിൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ഖ് അവർ എന്താക്കി മുമ്പത്തെ കിതാബിൽ കൂടി അറിഞ്ഞ്. അങ്ങനെ എത്രയോ നൂറ് സംഭവങ്ങളെ നമ്മൾ ദലാലുൽ നബുവത്തിലൂടെയും സിഫായിലൂടെയും എത്രയോ കേട്ട് മറ്റുള്ള ജനങ്ങൾക്ക് അവസരം കൊടുക്കാത്തതും കൂടെ നമുക്ക് ഇങ്ങനെ കിട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഫലം ജബക്കലിക്കുഫിരിഹിം, അവർ തങ്ങളെ കൊണ്ട് കാഫറാകുന്നതിന് ഇനി ഒരു ന്യായവും ബാക്കിയില്ല. അറിയായിട്ടാന്ന് പറയാൻ കഴിയില്ല. പണ്ട് തൗറാത്ത് ഓതിയാൽ തന്നെ മുത്തുനബി തിരിഞ്ഞ്, മക്കൾ അറിയുമ്പോൾ അറിയുന്നില്ല. നല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അപ്പം ഇല്ല മുജറദുൽ അദാവത്തി വൽ ഹസദ്, തനിച്ച അദാവത്തും ഹസദും അല്ലാത്ത മറ്റൊരു കാരണം ഇവരുടെ കയ്യിലില്ല. ഇബ്ലീസിന്റെ മാതിരിയാണ്. എന്താ ഇബ്ലീസ്? അല്ലദീ ദഅാഹുൽ ഹസദു ഇലൽ കുഫർ, ഹസദ് കുഫറിലേക്ക് എത്തിച്ചു. അതല്ല ഇബ്ലീസിനുണ്ടായത്. ആദ്യം കിബർ, ആദ്യം ഹസദ് തുടങ്ങിയിട്ട് കിബർ കാട്ടി, കിബർ എന്താക്കി കുഫറിലേക്ക് എത്തിച്ചു. ഈസാനബി അങ്ങനെ വേറെ കിതാബ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞതായിട്ട് വിവരം കിട്ടുന്നുണ്ട്. കിതാബിന്റെ ഒരു ഖുർആസ് പറയുന്നത് കിട്ടാനുണ്ടാണെങ്കിലും ചരിത്രത്തിലും പറയുന്നില്ല. അതായത് മൂസാ നബിയോട് ഈസാ നബി വരുമെന്ന് പറഞ്ഞതായി കാണില്ല. പക്ഷെ എല്ലാവരും മുത്തനബി വരുമെന്നുണ്ട്. അത് ആദം അലൈഹി ഇസ്ലാമിലുണ്ട്. മമാലത്ത് ഫത്റത്തും മിനർ റൂസുലി ഇല്ലാ ബശറത് ഖൗമഹാ ബികൽ അംബിയാഉ. ഹംസയിലൂടെ ഓതിയതാ. അപ്പം ഫഅലമഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന അന്നഹും മതാമാ കാനൂ കദാലിക, ഇപ്രകാരമായ അവസ്ഥക്ക്. എങ്ങനെ? തൗറാത്തിൽ കൂടിയും ഇഞ്ചീലിൽ കൂടിയും മുത്തുനബിനെ അറിഞ്ഞ് അതേ സിഫത്തോടെ തങ്ങൾ വന്നിട്ടും വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതോ മതം സ്വീകരിച്ചവരാണ്. അതിലെ പറയുന്നത് കാനൂ താലിബീന ദീനൻ ഗൈറ ദീനില്ലാഹ് വ മഅബൂദൻ സിവല്ലാഹ്, അള്ളാഹു അല്ലാത്ത വേറെ ഏതോ മഅബൂദൻ നിങ്ങൾക്കുണ്ടെന്നും മനസ്സിലായി, മറ്റല്ല ഏതോ ദീൻ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി അല്ലേ? അതുകൊണ്ടാണ് എന്താക്കുന്നത്? ബി ഖൗലിഹി തആല, അല്ലാഹു തആല കൊണ്ട് അറിയിച്ചെന്ന്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹുവിന്റെ ദീനല്ലാത്ത മറ്റ ഏതോ ദീനാണോ ഇവർ നേടുന്നത് എന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് അത് കാര്യം മനസ്സിലായിട്ടുണ്ട്. വേറെ ഏതോ ദീനായി ഇവർക്ക് വേണ്ടതുണ്ട്. ഐ യതവല്ലൗന യബ്ഗൂനന്റെ ഫയബ്ഗൂന ഗൈറ ദീനില്ലാഹി, അല്ലാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനെയാണ് യത്ലുബൂന അവർ തേടുന്നത്. വലഹു, എത്തരത്തിൽ അല്ലാഹു തആലാക്ക് അഖ്ലസ വൻകാദ വലഹു അസ്ലമാന്റെ അർത്ഥം കീഴ്പ്പെട്ടിട്ടുണ്ട്. മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും, ഐ അഹ്ലുഹുമാ തൗഅൻ, എന്താ വെളിപ്പെട്ടുകൊണ്ടിട്ടുണ്ട്. അതേതാ? ബഹുമൽ മുവഹിദൂന, മുവഹിദീങ്ങൾ വെളിപ്പെട്ട്, വകർഹൻ നിർബന്ധിത സാഹചര്യത്തിൽ ഉണ്ടാവും, നിർബന്ധിതരായിട്ട്,
എങ്ങനെ ബി ഇബാഇൻ, അവർക്ക് മുള്ളി മനുഷ്യന് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടാവില്ല. കുടുങ്ങിയപ്പോ ഇബായോടുകൂടി ബഹുമുൽ ജാഹിദൂന, അപ്പോ നിർബന്ധിതരായിട്ടോ അല്ലെങ്കിൽ സ്വയം മനസ്സാലോ അള്ളാഹു താല കീഴ്പ്പെട്ടിട്ടുണ്ട്. ആകാശത്തിലുള്ള എല്ലാവരും ഭൂമിയിലുള്ളവരും. എന്തുകൊണ്ടാണ് ജാഹിദീങ്ങൾ? ബിമാ ഫീഹിം മിൻ ആസാരി സുന്നതി വ ദലായിലിൽ ഹുദൂസി മിൻ സിഹത്തിൻ വ മറദിൻ. കണ്ടോ, ഒന്ന് അള്ളാഹുവിന്റെ പണിത്തരത്തിന്റെ ആസാറുകൾ കാണുന്നുണ്ട്. അപ്പം വേറെ റബ്ബുണ്ട് എന്താക്കി അവർക്ക് വിശ്വസിക്കേണ്ടി വരും, ബുദ്ധി ഉണ്ടെങ്കിൽ. അതുപോലെ ഹാദിസായ വസ്തുക്കളാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ള തെളിവുണ്ട്. എന്തെല്ലാം സിഹത്തിൻ വ മറദിൻ, ആരോഗ്യം വരുന്നുണ്ട്, രോഗം വരുന്നുണ്ട്, ഖിന വരുന്നുണ്ട്, ഫഖ്ർ വരുന്നുണ്ട്, സുറൂറ് വരുന്നുണ്ട്, ഹുസ്ന് വരുന്നുണ്ട്. അപ്പൊ ഹാദിസായ അറാദുകൾ വരുന്ന സാധനം ഹാദിസായിരിക്കുന്ന ജൗഹറത്തിൽ എന്താക്കിയതിന് തെളിവ് കൊടുത്തു. ഈ വസ്തുക്കളെല്ലാം ഹാദിസാണ് എന്നതിനെന്താ തെളിവ് കൊടുക്കുന്നത്? ഹാദിസായ അറാദുകൾ രാവിലെ വേദന ഇങ്ങനെ മാറി 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 വരുന്നു. അപ്പൊ ഫലാ യുംകിനുഹും ദഫ്ഉ ഖളാഇഹി വ ഖദരിഹി, അല്ലാഹുവിന്റെ ഖളാഉ ഖദർ തടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അവിടെ എന്താക്കും? ഒന്നിക്ക് തൗഅൻ മുവഹിദീങ്ങൾ എന്താക്കും? നല്ല മനസ്സറിഞ്ഞ് കീഴ്പ്പെടും. അല്ലെങ്കിലോ മറ്റൊരു കർഹനായിട്ട് ഇബാവോടുകൂടിയാണെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ എന്താക്കും? അല്ലാഹു തആല കീഴ്പ്പെടും. വ ഇലൈഹി യുർജഊൻ, അവനിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. അപ്പൊ യുർജഊനാന്റെ ഒരു ളമീർ ഉണ്ടാവുമല്ലോ, അതാരാണ്? മൻ ഫീഹിമ, മൻ ഫീ സമവാതി ആദ്യം പറഞ്ഞില്ലേ? യുർജഊനാന്റെ നായിബ് ഫായിൽ ളമീർ അതിനുള്ളിലില്ലേ? വൽ മുറാദു അന്ന മൻ ഖാലഫഹു ഫിൽ ആജിൽ, ഈ ദുന്യവിയ ജീവിതത്തിൽ അതിന് മുഖാലഫത്ത് വരുത്തിയാലും ഫസയകൂനു മർജിഉഹു ഇലൈഹി, മർജി അല്ലാഹുവിലേക്കല്ലേ? ഇലാ ഹൈതു, എത്തിലേക്ക് ലാ യംലികു നുർറ വൻ നഫ്അ സിവാഹു, അവിടെ നഫ്അ നുർറ് അല്ലാഹു അല്ലാതെ ഒന്നിനെയും മിൽക്കാക്കൂല. അന്നേക്ക് ഇവിടെ ഉണ്ടാകും. ഇവിടെ വാഹിറിൽ അസ്ബാബായിട്ട് പറയാനുണ്ടാവും, അല്ലാഹു നോക്കുന്നാണെങ്കിലും. വഹാദാ വഈദുൻ അലീം, ഇത് ബമ്പിച്ച ഒരു താക്കീതാണ്. ലിമൻ ഖാലഫ ദീനൽ ഹഖ്, ഹഖായ ദീനിന് മുഖാലഫത്ത് വരുത്തിയാൽ ഏതായാലും നീ അവിടത്തേക്ക് വരുമല്ലോ, അവിടെ വെച്ച് കാണിക്കാം. ഇനി ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത് وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. മുഅ്മിനീങ്ങൾ പറയേണ്ട വാക്കാ പറയും ആമന്നാ ബില്ലാഹ്. ഇവിടെ ഖുൽ എന്ന് പറയുമ്പോൾ ഖിതാബ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ആരാക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായി. അംറുൽ ലിർറസൂലി, റസൂലിനോടുള്ള അമ്രാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? ബി അൻ യുഖ്ബിറ അൻ നഫ്സിഹി, തങ്ങളുടെ നഫ്സിനെ തൊട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ബിൽ ഈമാനി ബിമാ ദുക്കിറ, താഴെ പറയുന്ന ഒരേ കാര്യം ഈമാൻ കാര്യങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടെന്ന് എന്താക്കണം? മറ്റുള്ളവർ പറഞ്ഞു. അപ്പൊ നബിനോട് താബിയായിട്ട് മറ്റുള്ള ആളും അല്ലേ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ തങ്ങളോടല്ലേ ആമന്തൂന്നല്ലേ വരുന്നത്? തങ്ങൾ മുഫറദാണെങ്കിൽ ആമന്തൂന്നല്ലേ വരണ്ട. ആമന്ന എന്ന് പറഞ്ഞെന്തിന്? അതാ ജമ്മാക്കി എന്താണ്? ഇൽഹാരി ജലാലത്തി ഖദ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജലാലത്തുൽ ഖദ്ർ ഇൽഹാറാക്കാൻ ആമന്ന, തങ്ങൾ ഒറ്റക്കാണെങ്കിലും വലിയ ജമ്മാക്കി താദീമിന്റെ ജമ്മാക്കിയിട്ടാ പറഞ്ഞു ആമന്ന അലാ ദൈനിൽ മുലൂക്ക്, രാജാക്കന്മാരായ ഒരു ശൈലിയിൽ. അപ്പം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. രണ്ട്, വമാ ഉൻസില അലൈനാ, നമ്മളെ പേരിൽ ഇറക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഏതാണ്? ഖുർആനാണ് അല്ലേ? അന്നും ചോദിക്കും നസല എന്ന്, അൻസല മുതലായവ എന്താക്കും? അല എന്ന് പ്രയോഗിക്കാറുണ്ട്, ഇല എന്ന് പ്രയോഗിക്കാറുണ്ട്. രണ്ടും ശരി തന്നെയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അല്ലപ്പോ അല അബ്ദിഹിൽ കിതാബ, അല കൊണ്ടാ പറഞ്ഞിരിക്കുന്നത്.
ഇലയിക്ക. അപ്പൊ എന്താക്കും, അനന്തര നുസൂലിന്റെ മസ്തർ എടുത്തിട്ട് പറയുമ്പോ അല കൊണ്ടും പറയാറുണ്ട്, ഇല കൊണ്ടും പറയാറുണ്ട്. ഇവിടെ എന്താക്കി വമാ ഉൻസില അലൈനാന്ന് അല ഇട്ടിട്ട്, അതാണ് ഇത് വന്നുസൂലു കമാ യുഅദ്ദാ ബി ഇല. ഇല കൊണ്ട് മുത്താദ്ദിയാക്കാറുണ്ട്, യുഅദ്ദാ ബി അല, അല കൊണ്ട് മുത്താദ്ദിയാക്കാറുണ്ട്. എന്തുകൊണ്ട്? രണ്ടായാലും അല വന്നുമ്പോ ഇത് മുകളിലാന്ന് വരും. നുസൂല് മുകളിൽ താഴേക്ക് ഇറങ്ങലല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ കലാം എന്താക്കി? ഉയർത്തി, ഉന്നതമാക്കി. അപ്പൊ അമ്മയും ഫൗഖു. ഇനി വമാ ഉൻസില അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മേൽ ഇറക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിച്ചു. വഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ മേലിലും വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത്. അപ്പൊ അവർക്ക് എന്താ ഉണ്ടായി? മിനസ് സുഹഫ്, സുഹഫുകളാണ്. കിതാബ് 4 ആക്കലേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇവിടെ അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ ആരാ? വൽ അസ്ബാത്തു ജംഉ സിബത്ത്, സിബത്തിന്റെ ജമ്മാണ്. വഹുവൽ ഹാഫിദു, അതെന്താ? മക്കളും മക്കളാലും മക്കൾക്ക് ഹഫീദ്. അപ്പൊ വൽ മുറാദു ബിഹിം, അസ്ബാത്ത് എന്നുള്ളത് ആരാ? അസ്ബാത്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഞായറാഴ്ച പോലെ ആയിപ്പോയോ? ഇന്നോ അസ്ബാത്ത് ഉണ്ടെന്ന് ഹാഫദത്ത് യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പേര് മക്കളും വദറാരിയും അവരുടെ ദുരിയത്തുകളും, അതിന് ഒരുപാട് അമ്പിയാക്കൾ വന്നു. അവർക്കൊക്കെ സ്വയംഭം കൊടുത്തിട്ടുണ്ട്. ഇനി വമാ ഊതിയ മൂസ വ ഈസ, അതെന്താക്കി? കിതാബ് നൽകപ്പെട്ട രണ്ടാളെ പേര് പ്രത്യേകിച്ച്. ഒരു നിലക്ക് പറഞ്ഞാൽ ഹഫദത്തിൽ ആര് പെട്ടിട്ടുണ്ട്? മൂസ ഈസയും പെട്ടിട്ടുണ്ട്. മൂസ വ ഈസ മിന തൗറാത്തി വൽ ഇൻജീൽ. തെപ്പ് നശ്ര മുറത്തബ് എന്ന് വായിക്കുക. എല്ലാ പന്നും നമ്മുടെ സംസാരത്തിൽ വരണം. ആദ്യം പന്നതിന് ആദ്യം കൊടുക്കുക, രണ്ടാമത് പറഞ്ഞ രണ്ടാമതും കൊടുക്കുക. മൂസ ഇൻജീൽ. അതുപോലെ വസായിലുൽ മുഅ്ജിസാത്തിൽ ളാഹിറത്തി ബിഐദിഹിമാ, അവർ രണ്ടാളെ മുഖേന ലാഹിറായ മുഅ്ജിസാത്ത് കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നായി. അപ്പൊ കിതാബ് മാത്രമല്ല മാ ഊതിയിലുള്ളത്. മറ്റുള്ള അമ്പിയാക്കൾ മുഅ്ജിസാത്ത് പ്രത്യേകം കുറവ് എണ്ണി പറഞ്ഞിട്ടാണില്ല. സാലിഹ് ഇസ്ലാമിന്റെ ഒട്ടകത്തിനെ പറ്റി പറഞ്ഞു. മറ്റുള്ള അമ്പിയാക്കളെ മുഅ്ജിസാത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. അറിയപ്പെട്ടത് പറയും. എന്തുകൊണ്ട്? ഇതെന്തിനാണ്? മൂസ വ ഈസ എന്ന് പറഞ്ഞത് ബിദ്ദിക്രി ലമ്മാ കാന അന്നൽ കലാമ മഅൽ യഹൂദി വൻ നസാറ. യഹൂദികളോടും നസാറാക്കളുമാണ് ഇപ്പൊ സംസാരം നടക്കുന്നത്. അതുകൊണ്ടാണ് എന്താക്കിയ മൂസ ഈസ എന്ന് പറഞ്ഞു. ഓറം അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന നബിമാരുടെ അടുത്ത് പറഞ്ഞു. മറ്റു നബിമാർക്കും നൽകപ്പെട്ടത് അല്ലാത്തവരും ആരവക്കം നടക്കപ്പെട്ടത് മിർറബ്ബിഹിം എന്ന മിർറബ്ബിൻ താലൂക്കത വമാ ഊതിയിലേക്കാണ്. നബിയൂന മിർറബ്ബിഹിം എന്നല്ല, റബ്ബിന്റെ വക്കൽ നിന്ന് ഇറക്കപ്പെട്ടത്. മിനൽ കുതുബി വൽ മുഅ്ജിസാത്ത്. എന്തോ ആവട്ടെ, കിതാബുണ്ട് മുഅ്ജിസാത്തുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽപ്പെട്ട ആരുടെയും ഇടയിൽ നമ്മൾ എന്താക്കും? തഫ്രീഖാക്കൂല, ആരും തള്ളിപ്പറയുകയോ ഒന്നും ചെയ്യൂല. അതാ കതഅബിൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കളെ തഅബ് അങ്ങനെയാണ്. ഏത് തള്ളിപ്പറയലാണ്. എന്തുണ്ട്? ആമനോ ബിബഅദിൻ, ചിലരെ കൊണ്ട് വിശ്വസിക്കും, വകഫറോ ബിബഅദിൻ, ചിലരെ കൊണ്ട് അവിശ്വസിക്കും. അപ്പൊ അമ്പിയാക്കൾ എല്ലാവരും അള്ളാഹുവിന്റെ മുഖറബീങ്ങളാണ്, വാത്സല്യങ്ങളാണ്, നബുവത്തുള്ളവരാണ്, റിസാലത്തുള്ളവരാണ് എന്ന വിഷയത്തിൽ എന്താക്കണം? ആരും വെറുതിരിക്കാൻ പാടില്ല. പിന്നെ തിൽക്കർ റസൂല ഫളല്ലാ ബഅദഹും അലാ ബഅദി, ചില ഖുസൂസിയാത്ത് കൊണ്ട് എന്താക്കി? അതും അല്ല പറഞ്ഞല്ലേ, അത് അംഗീകരിക്കണം. മിൻഹും മൻ കല്ലമ അല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്ത്, അതും അംഗീകരിക്കണം. ബൽ നുഅ്മിനു ബിസിഹ്ഹതി കുല്ലി മിൻഹും, അവരിൽപ്പെട്ട ഓരോരുത്തരും സിഹത്ത് കൊണ്ടെന്താക്കണം? വിശ്വസിക്കണം. വബിഹഖിയതി മാ ഉൻസില ഇലൈഹിം ഫീ സമാനിഹിം, അവരുടെ കാലത്ത് അവരിലേക്ക് ഇറക്കപ്പെട്ടത് ഹക്കാണ് എന്നും ഒന്നും തള്ളി പറയുന്നില്ല. അതുപോലെ തന്നെ അയിമത്തിന്റെ ഇടയിലും മദ്ഹബിന്റെ അയിമത്തിന്റെ ഇടയിൽ ഇന്നാളത്തെ ഹക്ക് ഇന്നാളെ ബാത്തിൽ എന്ന് പറയാൻ പാടില്ല. എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഹക്ക് തന്നെ. എന്നെ ഇപ്പം എന്താക്കുന്ന വെച്ചാൽ ഒരു വലിയ തട്ടിലിട്ട് മറ്റേ വലിയാക്കിയിരിക്കും തൂക്കല, നാട്ടിൽ തൂക്കാതിരിക്കും. ഇത് അതേപ്പം ചർച്ച. അവർക്ക് തൂക്കാതിയാണെങ്കിൽ എന്താ ഇവരുടെ കയ്യിലുള്ളത്? ഇന്നാളാരോ ആർക്കാ പോലീസ്? നമുക്ക് എല്ലാവർക്കും പോലീസ്, എല്ലാവർക്കും പോലീസ്.
പാടില്ല എന്നല്ല ഗസാലി ഇമാം പറഞ്ഞു. അന്ന് നമുക്ക് ഗസാലി ഇമാമിനെ എടുക്കാം, ഇവരെക്കാണ് വലിയ മുലാർക്കല്ലോ. നമ്മൾ അല്ലാഹു തആലാക്ക് തന്നെ മുസ്ലിം. ഈ മുസ്ലിമിന് അർത്ഥം എന്താണ്? വൽ ഇസ്ലാമു ഹുനാ ബിമാൻ ഇസ്തിസ്ലാം. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത് അത് വേറൊരു ഇസ്തിലാഹാണ്. അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ, അതല്ല ഇവിടെ ഉള്ളത്. ഇതാണ് ഇസ്തിസ്ലാം, ഇൻഖിയാദ്. വഫീഹി തഅരീദുൻ, ഇതിൽ ഒരു വെപ്പുണ്ട്. എന്താണ്? ഒരു മറ്റൊരാളെ അറിയിക്കല്. ബിഈമാനി അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിന്റെ ഈമാൻ കൊണ്ട്. അതായത് നിങ്ങൾ ഇപ്രകാരം വിശ്വസിച്ചിട്ടില്ല, നമ്മളും നമ്മളെ അത്വായികളും ഇങ്ങനെ വിശ്വസിച്ചവരാന്ന് പറയുമ്പോൾ അതെ, അതിന്റെ ഒരു താരീഖ് വരും. ചിലപ്പോ താരീഖ് തസ്രീഹിനാക്കണ വലുതായിരിക്കുന്നത്. മുമ്പ് തബ്ലീഗിലും പോയിട്ട് താടിയിലും വെച്ച് വന്ന്, പണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ താടിയിലും വെച്ച് വന്നൊരു ചങ്ങായി എന്താക്കി ഒരു യോഗത്തിൽ പ്രസംഗിച്ചു. ഞാനൊരു കാലത്ത് നിങ്ങളെ മാതിരി തമ്മാടിയായി നടന്ന ആളായിരുന്നു. പിന്നീട് ഈ ജമാഅത്തിൽ പങ്കെടുത്തപ്പോൾ എന്തായി? നല്ലായിരുന്നു. സദസ്സിൽ ഒരാൾ അടിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങൾ തമ്മാടി എന്നാ നിങ്ങൾ പറയാൻ കണ്ടതെന്ന് പറഞ്ഞിട്ട് ഇയാളെ അടിക്കാൻ കയറി. അവസാനം ഈസാ മൗലവരെ ഒരാളുണ്ട് നമ്മുടെ തലപ്പുറമി താമസിച്ചിട്ടുണ്ടായിരുന്നു വാടകയ്ക്ക്. മൂപ്പറെല്ലാം കൊണ്ട് മധ്യസ്ഥം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അയാൾ തല്ല് പോയി. തമ്പിഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ താമസിക്കും. ഈസാ മൗലവരെ ഏട്ടനാ, നേരെ ഷക്കീക്കായ ഏട്ടനല്ല. ഹിൽമത്ത് മടക്ക് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതെ, തഫരിക്ക് നമ്മൾ തഫരിക്കാക്കൂലേ എന്ന് പറഞ്ഞാല് തഫരിക്കാക്കുന്ന ആൾ ഇങ്ങാന്ന്. അപ്പൊ മറ്റേ ആളെന്താക്കുക, താരിയത് കൊണ്ട് തസരീഹിന്റെ മക്കാമിലൊന്ന് പിടിച്ചളിഞ്ഞു. അഹ്ലുൽ കിതാബിന്റെ ഈമാൻ ബിമാൻസിലൻ ദാലിക, ഈ അവസ്ഥ ഉണ്ടല്ലോ, ഇത് മുൻകഴിഞ്ഞതും ശേഷം ഇറങ്ങാൻ പോകുന്നതും എല്ലാം വിശ്വസിക്കുകയും ചെയ്യും. തഫരീഖാക്കാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, അത് അവനെ തൊട്ട് അവർ ദൂരത്താണ്. നമ്മൾ ഈമാൻ ഈ കോലത്തിലാന്ന് വെച്ചാൽ. ഇനി പുതിയൊന്ന്, ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ومن يبتغي, ആരെങ്കിലും തേടി എന്തിനാ? ഗൈറൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്തതിന്, ദീനായിട്ട് ഇസ്ലാം അല്ലാത്തൊന്ന് എന്നാ ഫലൻ യുഖ്ബല മിൻഹു, അത് സ്വീകരിക്കപ്പെടില്ല. പരലോകത്ത് ഖാസിരീങ്ങളിൽപ്പെട്ടവരാണ്. അതിൻ്റെ തർക്കീബ് പറയുന്ന ഗൈറൽ ഇസ്ലാം ഗൈറ തൗഹീദി വൽ ഇൻഖിയാദി ലി ഹുക്മില്ലാഹി തആല. അതെന്താണ്? ഇസ്ലാം ദീനിന്റെ തത്വസംഹിത അതല്ലേ, തൗഹീദും ഇൻഖിയാദു ലില്ലാഹി തആല. ദീനൻ, ഈ ദീനൻ എന്നുള്ളത് മഫ്ഊലുൻ ലി യബ്തഗി, യബ്തഗിന്റെ മഫ്ഊലാണ്. അപ്പോൾ വമൻ യബ്തഗി ദീനൻ എന്നായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഗൈറുൽ ഇസ്ലാമോ, ഗൈറുൽ ഇസ്ലാം എന്നത് ഹാലും മിൻഹു, അതിൽ നിന്ന് ഹാലാണ്. അങ്ങനെ നസ്ബ് കിട്ടിയത് എന്തുണ്ടല്ലേ? അന്നഹു ഫിൽ അസ്ലി സിഫത്തുൽ ലഹു, അസ്ൽ സിഫത്താണ് ദീനൻ ഗൈറുൽ ഇസ്ലാം. വമൻ യബ്തഗി ദീനൻ ഗൈറുൽ ഇസ്ലാമി, അപ്പൊ ദീനിന്റെ സിഫത്തായി അതാക്കി ഇപ്പുറം മുന്തിച്ചിട്ടിട്ട് ഹാലാക്കി. അപ്പൊ ഫലമ്മ കൊദ്ദിമ, അതിനെ മുന്തിച്ചിട്ടില്ലേ? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം എന്നാക്കി ഇപ്പുറം മുന്തിച്ചിട്ടപ്പോ നുസ്ലി എന്താണ്? ഇൻതസബ ഹാലൻ, അത് ഹാലാക്കി നസ്ബ് കൊടുത്തതാണ്. ഫലൻ യുഖ്ബല ദാലിക മിൻഹു, അവന്റെ വക്കൽ നിന്ന് അത് സ്വീകരിക്കപ്പെടൂല. അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അബദൻ അർത്ഥം കിട്ടും. അതാണ് മുപ്പതെന്താക്കിയ അബദൻ അപ്പുറം എടുത്ത് വെച്ചത്. ഒരിക്കലും സ്വീകരിക്കൂല. ഇപ്പം സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇനി വേറൊരു അവസരത്തിൽ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആഖിറത്തിൽ ഖാസിരീങ്ങളാണ് അൽ വാഖിഈന ഫിൽ ഖുസ്റാൻ, ഖുസ്റാനിൽപ്പെട്ടവരാണ്. എന്താ ഖുസ്റാൻ? ബിഹിർമാനി സവാബി ബഹുസൂരിൽ ഇഖാബി, സവാബ് ഇല്ലതാനും അതോടൊപ്പം തന്നെ ഇഖാബ് കിട്ടുകയും ചെയ്തു. വൽ മഅന അന്നൽ മുഅ്രിദ അനിൽ ഇസ്ലാമി വത്താലിബ ലിഗൈരിഹി, ഇസ്ലാമിനെ വിട്ടിട്ട് അവഗണിച്ച് മറ്റുള്ളതിനെ തേടിയാൽ ഫാഖിദുൻ നഫ്ഇ, ഇല്ലാത്തവനാണ്. ഫാഖിദുൻ ലിന്നഫ്ഇ എന്നാണ് എഴുത്തിൽ കാണുന്നത്, എന്നാൽ അർത്ഥത്തിന് കുഴപ്പമൊന്നുമില്ല. വാഖിഉൻ ഫിൽ ഖുസ്റാൻ, അപ്പൊ നഫ്ഇ നഷ്ടപ്പെട്ട് ഏതാണ് ഇത്? സവാബ് പോയി. അതോടൊപ്പം തന്നെ അസൽ മുതലുമില്ല, ലാഭവുമില്ല, അസൽ മുതലുമില്ല. വാഖിഉൻ ഫിൽ ഖുസ്റാൻ
അതും ചോദിക്കും, ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ആദ്യം റസൂൽമാരോട് ഉണ്ടാണ്ട് അല്ലേ? എന്നിട്ട് അതിനെ കൊണ്ടല്ലേ മറ്റൊരു അത് പറയുന്നത് അല്ലാഹു തആല ജനിക്കുമ്പോൾ തന്നെ കൊടുത്തൊരു ഫിത്രത്തും ഒരു നല്ല അന്വേഷിക്കുന്നത് അത് ഉപയോഗിക്കുമ്പോൾ ആ ക്യാപിറ്റൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാ ജനങ്ങൾ അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു ഫിത്രത്തും പഠിച്ചിട്ടുണ്ട്. അതും ഇല്ലാണ്ടായി. എന്നിട്ട് ചോദിക്കുന്നത് കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം വശഹിദൂ അന്നർ റസൂല ഹഖ്ഖുൻ വജാഅഹുൽ ബയ്യിനാത്ത്. കൈഫ യഹ്ദില്ലാഹ്, അല്ലാഹു തആല എങ്ങനെ ഹിദായത്ത് കൊടുക്കുക? അതിനും വേണ്ട ഇവിടെ യോഗ്യത. ചിലതുണ്ടാവും ഇവന്റെ എൻ്റെ അയൽമാലും പണ്ട് നമ്മട്ടുണ്ട് സവാബ് ഇഖാബ് മറ്റും മുതലായ കാര്യങ്ങളുണ്ട്, സാബിക്കുണ്ട്, ലാഹിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പല അതോടുകൂടി ഖുർആന്റെ ചില വിഷയത്തിലുള്ള ഇഷ്കാലെല്ലാം തീരുന്നത്. ഇവിടെ അൽ-ബഖറ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖതം അല്ലാഹുവിന്റെ ആണ്. അല്ല അങ്ങനെ തന്നെ പടക്കുമ്പോൾ തന്നെ സീൽ ചെയ്തിട്ട് നീ പോടാന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാനെ പറഞ്ഞാൽ പോലെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയാ പറഞ്ഞത് ലാഹിക്കാം. ഇവിടെ അങ്ങനെ തന്നെ ലാഹിക്ക വന്നിട്ടതാ. എന്തുകൊണ്ട് കൗമൻ, ആ കൗമൻ ഏ കൗമാണ് കഫറൂ ബഅദ ഈമാനിഹിം, ഈമാനിന് ശേഷം കുഫറാകുക. 2 വശഹിദു അന്നർ റസൂല ഹഖ്ഖുൻ, ഈ വന്നിരിക്കുന്ന റസൂല് ഹക്കാണ് എന്നോട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അതിനുള്ള ബയ്യിനാത്തും വന്നിട്ടുണ്ട്. എന്നിട്ടും കാഫിറായ ഒരു കൂട്ടർ പിന്നെ എങ്ങനെ ഹിദായത്തിലാക്കാനാണ്? അല്ല പിന്നെ ഇജ്ബാറല്ലേ വരിക? ഇതൊക്കെ ഉണ്ടാട്ടെ ആടാന്നിട്ടാക്കല്ലേ, ജബറില്ലല്ലോ, ജബറൊന്നില്ല. അതാ ബഅദ ഈമാനിഹിം എന്ന കൈഫ എന്ന് ചോദിച്ചാൽ കൈഫിയത്ത് ചോദിച്ചിട്ട് മറുപടി പറയലല്ല. നീ എങ്ങനെ അട്ടിച്ചോട്ടെ, ഞാൻ പിന്നെ പൂജാ പള്ളി ഇങ്ങനെ എത്തി, അമ്മ ചങ്ങാടി ഇങ്ങനെ എത്തി, പയ്യ കൈ പിടിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചോദ്യം അതല്ല. അപ്പൊ ഇസ്തിബാദുൻ അത് വളരെ ദൂരത്താണ് എന്ന് കാണിക്കലാണ് കൈഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ലിഅൻ യഹ്ദിയ ഖൗമൻ, ഒരു ഖൗമിനെ ഹിദായത്തിലാക്കലിന്. എങ്ങനത്തെ ഖൗം? ഹും മുആനിദൂന ലിൽ ഹഖ്, ഹക്കിനോട് അവർ മത്സരിച്ചിരിക്കുന്നവരാണ്. പിന്നെ മുകാബിറൂന ഫീഹി, അതിൽ കിബ്ർ കാട്ടിയിട്ട് അവരെന്താക്കും അതിനെ സമ്മതിക്കാത്തവരാണ്. ഗൈറു ഖാദിഈൻ, ഹക്കിൻ അവർ കീഴൊതുങ്ങുകയും ചെയ്യില്ല. അന്നാ പിന്നെന്താക്കേണ്ടത്? ഇവരെ പിടിച്ച് നിർബന്ധിച്ചിട്ട് ഇജ്മാറാക്കിയിട്ടാക്കിയാലേ വേണ്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ തക്ലീഫ് പോയില്ലേ? ആ ഈ ഹിദായത്ത് കൊടുക്കലെങ്ങനെ? ബിഅൻ യഖ്ലുഖ ഫീഹിമുൽ ഇഹ്തിദാ, ഹിദായത്ത് സിദ്ധിക്കൽ എന്നൊന്നുണ്ടല്ലോ, അത് പടച്ചു കൊടുക്കൽ കൊണ്ടുള്ള ഹിദായത്ത്. അല്ലാണ്ട് വഴി കാണിച്ചു കൊടുക്കാന്നുള്ള ഹിദായത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, അത് മാനവീയങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഹിദായത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക എന്നുള്ള ഹിദായത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഈ ഉള്ളാക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഇഹ്തിദാ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അത് ഹിദായത്ത് സിദ്ധിക്കൽ എന്നത് രണ്ടും രണ്ടാണ്. എന്നിട്ടോ വൗഫഖഹും ലിക്തിസാബിഹി, ആ ഹിദായത്ത് കരസ്ഥമാക്കാൻ വേണ്ടി തൗഫീഖ് ചെയ്യലും. അതിന് മൂപ്പർ കൊടുക്കാൻ ബിഅൻ യഖ്ലുഖ ഫീഹിം പറയുന്നതിനും കാര്യം മനസ്സിലായ? ഹിദായത്തിന് പണ്ടേ നമ്മ 1000 തവണ പറഞ്ഞതാണ്. 2 മായല ഉണ്ട്. ഒന്ന് ആയിട്ട് അതാ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോ, അങ്ങനെ പോയാൽ കണ്ണൂരേക്കത്ത് ഇങ്ങനെ പോയ 2 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആ കോറ പിടിച്ചെന്താക്കുന്നത് ഇപ്പൊ മന്റെ വണ്ടി കയറി കൊണ്ട് കൂട്ടിക്കൊണ്ടാക്കുന്നത്, അത് ഇഹ്തിദാകാണ്. ആ ഇഹ്തിദാ അടിച്ചു കൊടുക്കൂല എന്ന് ഇപ്പം പറഞ്ഞിരിക്കുന്നു. അല്ലാണ്ട് ഓറ തൊട്ട് എനിക്ക് ഓർക്ക് ബൈ പറഞ്ഞു കൊടുക്കണ്ടെന്ന് അർത്ഥത്തിനല്ല. അത് അബൂജഹലും വന്നിട്ടുണ്ട്, ഫിർഔനോടും പറഞ്ഞിട്ടുണ്ട്. വഇന്നമാ യഖ്ലുഖുൽ ഇഹ്തിദാ വയഫിഖു അലാ കസ്ബി ദാലിക, അഥവാ ആടിയും ഇഹ്തിദാ പറഞ്ഞ ഇഹ്തിദായിനെ അല്ലാഹു തആല പടക്കല്, അത് സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകലും. ഇദാ കാനൂ ഖാദിഈന മുതവാദിഈന ലിൽ ഹഖ് റാഗിബീന ഫീഹി, ഈ സിഫത്ത് ഇവരിൽ ഉണ്ടാകണം. അതിന് വേണ്ടി കീഴൊതുങ്ങണം, അത് ഹക്കിന് വേണ്ടി വിനയം കാട്ടണം, അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊക്കെ എന്താണ് ഇഹ്തിദാ പഠിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഫൽ മുറാദു മിനൽ ഹിദായ, ഇവിടെ കൈഫ യഹ്ദി എന്ന് പറഞ്ഞ ഹിദായത്തുണ്ട് ഉദ്ദേശം ഖൽഖുൽ ഇഹ്തിദാക ബന്ധത. അപ്പൊ ഖാസ ഇഹ്തിദാക ഉദ്ദേശിക്കുന്നു. വഖദ് ജറത് സുന്നത്തുല്ലാഹി തആല ഫീ ദാരി തക്ലീഫ്,
ഈ ദാറു തക്ലീഫ എന്ന ദുന്യാവിൽ അള്ളാന്റെ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞ ഫർളിന്റെ മുഖാബിലി സുന്നത്തല്ല, ഒരു ശരിയ എന്ത് അല അന്ന കുല്ല ഫിഅലിൻ യഖ്സിദുൽ അബ്ദു ഇലാ തഹ്സീലിഹി, ഏതൊരു ഫിഅലി അബ്ദ് കരുതുന്നു അത് കരസ്ഥമാക്കാൻ, ഫഇന്നല്ലാഹ തആല യഖ്ലുഖുഹു, അല്ലാഹു തആല അത് പടച്ചു കൊടുക്കും. അഖീബ ഖസ്ദിൽ അബ്ദി, അബ്ദ് അത് ലക്ഷ്യം വെക്കുന്ന അവസരത്തിൽ അല്ലാഹു തആല പടച്ചു കൊടുക്കലാണ്. അപ്പൊ ഇവർ അതെന്താക്കിയിട്ടില്ല, ആ ചെയ്യാനുള്ള ആമുഖം ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ട. അപ്പൊ അത് ചിലന്താന്ന് അബദിന്റെ കത്തിന്റെ മുകളിൽ ഫീലിന്റെ മുകളിൽ അതിനകത്ത് തബക്കമാക്കി വെച്ചിട്ടുണ്ടാവും. ഈ ബാതില് കൂട്ടണം. അള്ള വന്നിട്ട് ഉളിയും മുട്ടിയും ചിപ്പിളിക്കൂടലും എടുത്തിട്ട് വന്നിട്ട് ആർക്കും ബാതിൽ തീർത്തരൂല. അവിടെ വാതില് വേണം എന്നൊരു കസ്റ്റ് വെക്കണം. അതിന് വേണ്ടുന്ന പണിക്കാരെ കൂട്ടി പണിയെടുപ്പിക്കുമ്പോൾ അത് അല്ലാഹു തആല അതിനുള്ള അസ്ബാബെല്ലാക്കി തെറ്റണം. എന്നില്ലാണ്ട് ഞാൻ ആശാനെ വിളിക്കൂല, ഞാൻ തൊടുവില്ല, അള്ള വേണമെങ്കിൽ വാതിലാക്കി തെറ്റുന്ന അവിടെ വാതിൽ തോന്നിട്ടോ നമുക്ക് കേസൊന്നുമില്ല, അള്ള വരൂല. എന്താന്ന് ചിലത് അല്ലാഹു തആല നേരിട്ട് തന്നെ മുബാശറത്ത് 6 മാസത്തിൽ ഇല്ലാണ്ട് മുടക്കും. ചിലതെന്താക്കും, അബിനെ വാസിത്താക്കി തവക്കുഫാക്കിയിട്ട് വെക്കും. അതല്ലേ ഇപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 6 വാസിത്തെയും വേണ്ട, അള്ള തന്നെ മെത്തമാക്കി അയച്ചോളൂ. ആര് വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും കഴിക്കുന്നുണ്ടാവും. അതേ അവസരത്തിൽ ഒരു എള്ളുണ്ട ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്താണ് കായട ഉണ്ടാക്കണമെങ്കിൽ പെണ്ണുങ്ങൾ അടി എല്ലാം ആക്കി പിടിച്ചിട്ട് ആക്കാത്ത കാലത്തോളം ഉണ്ടായും ചെയ്യില്ല. ആ അല്ല നാളെ നേരം ഈ ചക്കയും മാങ്ങയും സപ്പോർട്ടിനും പഠിച്ച എന്താക്കും ഒരു കായട പഠിച്ചാൽ ഇപ്പം പണി ഫ്ലാസ്ക് തുറക്കുമ്പോൾ ഉണ്ടാവും കായട. അതവിടെ നമുക്കുപ്പാക്കി അവിടെ വെച്ച് അതാ ഫക്കാന്നല്ലാഹു തആല ഖാല, അല്ലാഹു തആല പറഞ്ഞ പോലെയായി. അതിന്റെ ഒരു വാക്ക് തവീൽ ശരിയാക്കിയാണ്. കൈഫ യഖ്ലുഖു ഫീഹിമുൽ മഅരിഫത വൽ ഇഹ്തിദാഅ, മഅരിഫത്തിനെയും ഇഹ്തിദാഇനെയും അല്ലാഹു തആല എങ്ങനെ പടക്കും? എത്തരത്തിൽ വഹും ഖസദു തഹ്സീലുൽ കുഫ്രി വ അറാദു, കുഫ്റാണ് വേണ്ടത് 100 തീരുമാനിച്ചാൽ. രണ്ടാമത്തെ കാര്യം വശഹിദു അന്നർ റസൂല ഹഖ്ഖുൻ, റസൂല് ഹക്കാണ് എന്നവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ വന്നാള് സാധാരണ ആളല്ല, മുത്തുനബിയാണെന്ന് എല്ലാവർക്കും അറിയാം. സാദിഖും ഫീമാ യഖൂൽ കണ്ടാ, അതെന്തിനാ ഹക്കുൻ സാദിഖും ഫീമാ യഖൂൽ, ഖൗലിലേക്ക് നോക്കിയിട്ട് സാദിഖെന്ന് പറഞ്ഞു. പറഞ്ഞില്ല ഹക്കും സദിഖും രണ്ടില്ലേ. വജാഅഹുമുൽ ബയ്യിനാതു, ബയ്യിനാത്ത് അവർക്ക് വന്നിട്ടുമുണ്ട്. എന്താ ബയ്യിനാത്ത്? അശ്ശാഹിദു മിനൽ ഖുർആനി അലാ സിദ്ഖിഹി, റസൂലിന്റെ സിദ്ഖിന്റെ മേൽ അറിയിക്കുന്ന ഷാഹിദായ ആയാത്തുകൾ. വഹുവ ദലീലുൻ അലാ അന്നൽ ഇഖ്റാറ ബില്ലിസാനി ഖാരിജുൻ അൻ ഹഖീഖത്തിൽ ഈമാൻ. ഇത് വശഹിദു അന്നർ റസൂല ഹഖ്ഖുൻ. അപ്പൊ ഇപ്പൊ എന്തായിന്നറിയോ, കഫറു ബഅദ ഈമാനിഹിം അവരെ അല്ലാഹു തആല കുറ്റപ്പെടുത്തി അല്ലേ. ആ റസൂല് ഹക്കാണെന്ന് ഒന്നും പക്ഷേ ഇവർക്ക് എന്തിന്റെ കുറവാന്ന്? അപ്പൊ ഇവർ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളിലായില്ലോ. അപ്പോൾ ദലീലുൻ അല അന്നൽ ഇഖ്റാറ ബില്ലിസാനി, ലിസാൻ കൊണ്ടുള്ള ഇഖ്റാർ ഖാരിജുൻ ഹഖീഖത്തുൽ ഈമാൻ, ഈമാന്റെ ഹഖീഖത്തിനെ തൊട്ട് പുറത്തു നിൽക്കുന്നതാണ്. അതല്ല നമ്മൾ ജൗഹറത്തിൽ ഇഷ്ടംപോലെ ഓതിയത് വഫുസ്സിറൽ ഈമാനു ബിത്തസ്ദീഖി വൽ ഖൽഫു വന്നതുഖു ഫീഹിൽ ഖൽഫു ബിത്തഹഖീഖി. തസ്ദീഖ് കൽബ് കൊണ്ടുള്ള തസ്ദീഖാണ് ഈമാനിന്റെ മാഹിയത്ത്. മൊഴിഞ്ഞു പറയലോ വന്നതുഖു ഖൽഫു ഫീഹി, അതിൽ ഖിലാഫ് വന്നിട്ടുണ്ട്. ബിത്തഹഖ്, ഖിലാഫിന്റെ ഓരോ പക്ഷക്കാരും അവരവരുടെ വാദം തെളിയിക്കാൻ വേണ്ടുന്ന ദലീലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഫുറൂഇലാത്തിലാണ് ചിലത് വൃത്തിയും ഹഖീഖത്ത്. അപ്പൊ തസ്ദീഖ് ഏതാണ്? ഖൽബിയാണ്, അതല്ലേ. അപ്പൊ അതാണല്ലോ അബൂ താലിബിന് ചില മുസ്ലിമാണെന്ന് സ്ഥാപിച്ചത്. അബൂ താലിബിന് തസ്ദീഖ് ഉണ്ടായിരുന്നു, വായു കൊണ്ട് പറയുന്നത് ഇല്ലാണ്ടിട്ടുള്ളൂ. ഹജ്ജത്തുൽ ബാജുനെ മോദിച്ചില്ലേ? എന്താണ് ദറൂറത്ത ഇവിടെ? അന്നൽ മഅതൂഫ മുഗായിറുൽ ലിൽ മഅതൂഫി അലൈഹി, മഅതൂഫുൻ അലൈഹി രണ്ടും രണ്ടായിരിക്കണം എന്നാണ്. ഇപ്പൊ ഒരാൾ ചക്കയും എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമാക്കൂല. ചക്കയും മാങ്ങയും എന്ന് പറയുന്നത് മഅതൂഫുൻ അലൈഹി ഏതാണ്? ചക്ക. മഅതൂഫ് ഏതാണ്? മാങ്ങ. അത് രണ്ടും രണ്ടാണ്. അതിപ്പോ മുഗായിറത്തിനെ അറിയിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്ക്, കഫറു ബഅദ ഈമാനിഹിം വശഹിദു അന്ന റസൂല ഹഖ്. അപ്പൊ
തസ്തീക്ക് ലാഹിറായത് മാത്രം ഉണ്ടായത് കൊണ്ടെന്നാ ഇല്ല. ഇനി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ളാലിമീങ്ങളായ ഖൗമിനെ ഇത് ലാ യഹ്ദി ആമായ ആ അറിയിച്ചു കൊടുക്കാൻ എന്ന ഇതല്ല, അത് ലാലിമിനോ ഗൈറു ലാലിമിനോ എല്ലാം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഹ്തിദാ അയ അല്ലദീന ളലമു അൻഫുസഹും, അൻഫുസിനെ അവർ ദുൽമ ചെയ്തിട്ടുണ്ട് സ്വന്തം തടിയിലെ. അതായത് ദുൽമ എവിടത്തേക്കാ വെച്ചത്? മദ്ലൂമാര് ബിൽ ഇഖ്ലാസ് ബിൻ നളിരി, നെളറ് കൊണ്ട് കൊട്ടം പിരുത്തി. ഏതാനത് കാഴ്ചയല്ല, കൽബ് കൊണ്ടുള്ള ചിന്ത. ഈ വന്ന നബി ആര്? ഇവർക്ക് എന്തെല്ലാം മഅ്ജിസാത്ത് ഉണ്ടായിരുന്നു, വരുമ്പളയുണ്ട്, വന്നതിന് ശേഷമുണ്ട്, കിതാബിലുണ്ട്. എന്നിട്ടോ ഈമാൻ, ഈമാനിന്റെ സ്ഥാനത്ത് കുഫറിനെ വെച്ചു. അതായത് ഒരു സാധനത്തിന്റെ സ്ഥലം മാറ്റം എന്താന്ന്? ദുൽമ്. ഓരോന്നിനും അനുയോജ്യമായ സ്ഥലത്ത് വെക്കണ്ടേ? എന്താണ്? മൻജാ അൽ ഹഖ് അറഫഹു സുമ്മ അറദ അൻഹു. അപ്പോ ഹക്ക് ജാഹു എന്നാണ്, ജാഅഹുൽ ഹഖ് എന്ന് വേണം. അവിടെ ഹംസ പോയിട്ടുണ്ട്. ഇബാറത്തിൽ അത് അച്ചടിക്കാറല്ലേ. ഹക്ക് വരികയും ചെയ്ത് അത് അറിയുകയും ചെയ്തിട്ട് അറഫും അറദ അൻഹു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ അയാൾ ദുൽമ ചെയ്തു. ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്. ഉലൈകന്റെ മുബത്തദ ഖബറാണ് ജസാഉഹും. എന്താണ്? അൽ മദ്കൂറൂന. ഉലൈകന്റെ ഇശാറത്ത് എങ്ങനെ? അൽ മദ്കൂർ, മേൽ പറയപ്പെട്ട കൂട്ടർ. മേൽ പറയപ്പെട്ട കൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ വസ്ഫുണ്ടായിരിക്കവേ, ഇല്ലാണ്ട് വെറും ഉലൈക വന്ന ആ വസ്ഫില്ലാണ്ട് തടി മാത്രമാകോ? അങ്ങനെ പിന്നെ ജസാഉൻ ലഅനത്തുല്ലാഹി. അതാണ് ബേത്തിബാർ ഇത്തിസാഫിഹി ബിമാ മർറ മിന സിഫാത്തി ശനീഅ, മോശമായ സിഫാത്തിനാൽ മുമ്പ് പറഞ്ഞ് ഒന്ന് കഫറു ബഅദ ഈമാനിഹിം എന്ന് തുടങ്ങിയിട്ട് ആ സിഫത്ത് ഉള്ളവരായിട്ട് ഏറ്റുമാർ ചെയ്തിട്ട് വേണം ശേഷമുള്ള ജസാവ് പറയാൻ. ആ സിഫാത്ത് ഇല്ലാതെ കൊണ്ട് വെറും മുലായിക്ക മുജറദ് തടി മാത്രമാണെങ്കിൽ ഇവർക്ക് ലാനത്തിന് അർഹതയില്ലല്ലോ. ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്, അത് ജുംല ഖബർ. ഈ ജസാ ഒരു രണ്ടാം മുബ്തദയില്ലേ? അന്ന അലൈഹിം ലഅനത്തുല്ലാഹി, എന്താ ലഅനത്ത്? വഹുവ ഇബ്ആദുഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റി നിർത്തൽ. ലഅനത്തിൽ മാന വഇൻസാലുൽ ഉഖൂബത്തി ബിഹി, അവർക്ക് ഉഖൂബത്ത് ഇറക്കലും, വൽ അദാബ്, അദാബിനെയും ഇറക്കലും. ലഅനത്തിന് രണ്ട് മാനയെ കൊടുത്തു. ഇനി മലായിക്കത്തിന് അള്ളാന്റെ ലാനത്തല്ലേ? വൽ മലായിക്കത്തി, മലായിക്കത്തിന്റെ ലാനത്തും അവരുടെ മേലിലുണ്ട്. അപ്പൊ മലായിക്കത്തിന്റെ ലാനത്ത് എങ്ങനെയാണ്? അള്ളാന്റെ ലാനത്ത് പറഞ്ഞത് അതാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല്, ഉഖൂബത്ത് ഇറക്കല് എന്നാൽ തെർവിയിലുണ്ട്. മലായിക്കത്തിന്റെ ലാനത്ത് എന്താണ്? അത് ലാനത്തുള്ളതെന്ന് പറയല് തന്നെ. അത് മുമ്പ് സലാത്തിനെ പറ്റി പറഞ്ഞില്ലേ? ഇന്നല്ലാഹു മലായിക്കത്തഹു യുസല്ലൂന അലൻ നബിയ്യി, അല്ലാഹു തആലയും മലായികത്തും നബിക്ക് സലാത്ത്. അല്ലാഹ് സല്ലല്ലാഹു എന്ന് പറയില്ല, തസ്മീം പിടിച്ചിട്ട്. ആ സലാത്തിൽ പറയപ്പെടുന്ന മദമൂൻ എന്താണോ ആ മദമൂന് നബി തങ്ങൾക്ക് നടപ്പിലാക്കുന്നു. മലായികത്തോ അല്ലാഹുമ്മ സല്ലി സീഗ പറയല്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി, മലായികത്ത് പറയുമ്പോൾ സീഗ നിങ്ങളും പറഞ്ഞോളി. അതിനാണ് എന്താക്കുന്നത്? അള്ളാഹിനെ കൊണ്ട് ചേർക്കപ്പെട്ട ലാനത്തിന്റെ മാൻ ഇബ്ആദുഹു മിനൽ ജന്ന വഇൻസാലുൽ ഉഖൂബത്തി ബിഹി. മലായികത്തിന്റെ ലാനത്ത് ബിൽ ഖൗലി ഖന്നാസി, ജനങ്ങളെ പോലെ തന്നെ കൗല് പറയല്. അല്ല എവിടെയായിക്കോട്ടെ, പരലോകത്തുണ്ടല്ല. ഇനി മൂന്നാമത്തത് അത് വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളുടെ ലാനത്തുമുണ്ട്. അതെ, കാണുന്നില്ലേ? എനിക്ക് മറ്റേ ഡയറക്റ്റ് ചോദിക്കും പോലെ തിരിയുന്നില്ലേ ഇങ്ങനെ കൽപ്പിക്കൊണ്ടിരിക്കല്ല നമ്മളെ പണി. അതെ, ഉഖൂബത്തിന് പരലോകത്തും രണ്ട് ലോകത്തുണ്ടല്ലോ. ആമായി പറഞ്ഞ രണ്ടും ബാധകല്ലേ? അദാബ് പരലോകത്തുണ്ട്. വന്നാസി, സകല ജനങ്ങളുടെ, നാസിന്റെ എന്താണ് ലാനത്തുണ്ട്. ഇവിടെ നാസ് എന്നുള്ളത് ലഫ്ദ് അമ്മാണെങ്കിലും വൽ മുറാദു ബിന്നാസിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ കൂട്ടത്തിലൂടെ നാസ്, ഓരോ ലാനത്തില്ലോ കണ്ടോ? ലിഅന്നഹു ലൗ ഉരീദ ബിഹി ജമീഉൻ നാസ്, ഉദ്ദേശിച്ചാൽ എന്താവുന്നറിയോ? ലസിമ യൽഅന കുല്ലു വാഹിദിൻ മിൻഹു ജമീഅ മൻ യുവാഫിഖു വ യുഖാലിഫുഹു.
അവരോട് അനുയോജ്യമായ ആൾക്കും അനുയോജ്യമില്ലാത്ത ആൾക്കും എല്ലാവർക്കും ലേനത്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ മോമിനിയങ്ങൾ കുഫാറ് ലേനത്ത് ചെയ്യുന്നു വെക്കേണ്ടി വരും. എന്നെങ്കിലേ ഉണ്ടാവുള്ളൂ, അമാന ശരിയാവുള്ളൂ. അപ്പൊ ആമ്മ ലഫ്ള് എന്താക്കി ഖാസാക്കി മറിക്കാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നു. ഇനി ഖാലിദീന ഫീഹാ, ആ ലഅനത്തിലും ഉഖൂബത്തിലും അവർ കാലകാലം കിടിഞ്ഞുകൂടുന്നവരാണ്. അപ്പോ ലഅനത്തിൽ ഖുലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നരകാഴുന്നുവെങ്കിൽ എന്താ കാണുന്നത്? പുറത്തു പോകാണ്ടിരിക്കുന്നു പറയാം. അതാ വമഅനൽ ഖുലൂദ് ഫിൽ ലഅനി, ലഅനിൽ ഖാലിദ് ഖുലൂദ് എന്താ മാന? അന്നഹു യൗമൽ ഖിയാമത്തി ലാ തസാലു, അവർ ഖിയാമത്ത് നാളിൽ മലായികത്ത് ഇങ്ങനെ ലഅനത്ത് ചെയ്യും. വൽ മുഅ്മിനൂന, അല്ലെങ്കിൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ ഇട്ട് കഴിഞ്ഞില്ലേ, അതിനെ കൊടുക്കുന്നത് അള്ളാഹു തആലയുടെ ലഅനത്ത് നരകത്തിലിടലാണ് എന്ന് വെച്ച് ഇട്ടല്ലോ. അപ്പൊ ഖുലൂദിന്റെ മാനാക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇട്ടേമല് ഇടലുണ്ട്, അതല്ല ഇട്ട് അവിടുന്ന് പുറത്തു പോകില്ല. ഇനി ബാക്കിയുള്ള ആള് ആരെല്ലുണ്ട്? മലായികത്തിലെ ഓരോ ലഅനത്ത് പറഞ്ഞുകൊണ്ടിരിക്കലും ഖാലിദീന ഫീഹി. അതാ വമൻ മഅഹും ഫിന്നാർ വലാ യഖ്ലു ശൈഉൻ മിൻ അഹ്വാലിഹിം മിനൽ ലഅന, അവരുടെ അഹ്വാലിൽ നിന്ന് ഒരവസ്ഥയും ഒഴിയുന്നില്ല, ലഅനത്തിനെ തൊട്ട് ഒഴിഞ്ഞ അവസ്ഥയില്ല. അന്നത്തെ പറഞ്ഞില്ല കോല് കൊണ്ടാണെന്ന്. എപ്പം അങ്ങനെ തന്നെ ദായിമേക്കണമെന്നാ. ദവാമിന്റെ അർത്ഥം ഇബ്ലീസ് ലഅനത്തുല്ലാഹി എന്ന് പറഞ്ഞ് ഇപ്പൊ ലഅനത്ത് കിട്ടിക്കൊടുക്കുന്നില്ലേ? അപ്പൊ നമ്മ ബായി അടച്ച സമയമില്ലേ? ഇനി ലാ യുഖഫഫു അൻഹുൽ അദാബു വലാ ഹും യുൻദറൂൻ, അദാബിനെ അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല. വലാ ഹും യുൻദറൂന, ഇന്നാർ എന്താണ്? ഇന്നാറു അത്തഖീറു, പിന്തിക്കല്. ഐ ലാ യുജ്അലു അദാബുഹും അഖഫ, അദാബ് തഖഫീഫാക്കലുമില്ല. വലാ ഇതിന്റെ അർത്ഥം ലാ യുഖഫഫു അൻഹുൽ അദാബുന മാന വലാഹും യുൻദറൂന മാനയാണ് വലാ യുഖറുൽ ഇഖാബു മിൻ വഖത്തിൻ ഇലാ വഖത്തിൻ, ഒരു വക്തും വിട്ട് പിന്നെ ആക്കാന്ന് നീട്ടി വെക്കലുമില്ല. രണ്ടും രണ്ടാണ്. ഇനി അതിൽ നിന്ന് ഒഴിവാക്കുന്നതാ. അപ്പൊ എവിടെ ഉണ്ടാകുന്നത്? ഒരു ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൗബ. തൗബ എന്ന് പറഞ്ഞാൽ കള്ളാസ് വായിക്കലെന്നില്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ അബൂജഹലിന്റെ മദ്ഹബിലേക്ക് വീണ്ടും നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എന്നായി. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇവരെന്താക്കി? മുർത്തദ്ദായി പുറത്തു പോയതിനു ശേഷം എന്താക്കി? തൗബ ചെയ്ത് മടങ്ങിയിട്ട് ഖാലിസായ മോമിനായവർക്ക് ഒഴികേന്ന്. അപ്പം താബു എന്ന് പറഞ്ഞു. അസ്ലഹു രണ്ടാമത്തൊരു ഒന്നുകൂടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ താബ വേറെയാണ്, അസ്ലഹ എന്ന് പറഞ്ഞ വേറെയാണ്. ഈ അസ്ലഹ എന്ന് പറഞ്ഞാൽ മാ അഫ്സദു, അസ്ലഹുവിന്റെ മഫ്ഊല് പറഞ്ഞിട്ടില്ല. ഈ മാ അഫ്സദു, അവർ ഫസാദാക്കി എന്തെല്ലുണ്ട് അതെല്ലാം ഇസ്ലാഹാക്കി. അണ്ടാ അപ്പൊ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ഗഫൂറുർ റഹീമാണ് എന്ന് പറഞ്ഞാൽ ഇവർ താബയും അസ്ലഹാക്കുമ്പോ അല്ലാഹു ഗഫൂറുർ റഹീം ആകില്ലേ? അല്ലാഹു ഗഫൂറുർ റഹീം പണ്ടേ തന്നെയല്ലേ. അപ്പൊ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്നുള്ളത് തഅലീലാണ്. എന്തിന്റെ? അവർ തൗബ സ്വീകരിക്കും എന്നാണ് ജവാബ് വരുന്നത്. എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഗഫൂറുർ റഹീം ആയതുകൊണ്ട്. ഇല്ലാണ്ട് ഇവർ തൗബ ചെയ്ത വകയിൽ അല്ലാഹു ഗഫൂറായി എന്നല്ല, അത് അല്ലാഹു പണ്ടേ ഗഫൂർ തന്നെയാണ്. ഇവരില്ലെങ്കിലും അപ്പൊ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്ന എന്താ കാണാൻ? ജവാബി കൂട്ടി കൊടുക്കണം. എന്നുള്ളത് കൗലിന് എന്താ? അലാ കൗലി ഇല്ലല്ലദീന താബൂന്റെ മോൾ അത്ഫാക്കിയിട്ടുണ്ട്. അപ്പൊ താബു ഒന്ന് വേറെയാണ്, അസ്ലഹു മറ്റൊന്ന് വേറെയാണ്. നേരത്തെ പറഞ്ഞ അത്ഫ് ചെയ്യുന്ന രണ്ട് സാധനം രണ്ടെണ്ണായിരിക്കണം. അത് പറയുന്നത് യദുല്ലു അറിയിക്കുന്ന അല അന്ന തൗബത വഹദഹാ ലാ തക്ഫി, തൗബ മാത്രം മതിയാവുകയില്ല. ഹത്താ യൻളാഫ ഇലൈഹൽ അമലുസ് സാലിഹു, അമലുസ് സാലിഹിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയും വേണം. രണ്ടും കൂടെ കൊണ്ടണം അല്ലേ? ഐ അസ്ലഹു ബാതിനഹും മഅൽ ഹഖ് ബിൽ മുറാഖബാതി വ മഅൽ ഖൽഖി ബിൽ മുആമലാതി. അത് മുപ്പറേനെ കൊടുക്കുന്നു. ബാത്തിൻ എന്താക്കി? അള്ളാഹിനോടൊപ്പം ഇസ്ലാഹാക്കി മുറാഖബാത്ത് കൊണ്ട്. മുറാഖബ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കലല്ലേ? മുറാഖബ ചെയ്യണം.
കുപ്പാത്തിനെ കൊടുക്കും ചോദിച്ചിട്ട് നിങ്ങൾ അതാ മുറാക്കബ. ഖൽക്കിനോട് മുആമലാത്ത് കൊണ്ടു, അപ്പൊ അത് ലാഹിർ ബാത്തിനുമില്ലേ. അപ്പൊ ഫയതദാറകഹുല്ലാഹു തആല ബിറഹ്മതിഹി വതൗഫീഖിഹി, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്താക്കും അല്ലാഹു തആല അവനെ തിരിച്ചെടുക്കും. അപ്പൊ ഫയന്തമു അപ്പൊ ഖേദിക്കണം. എന്തിനെ? തൗബന്റെ ഹഖീഖത്ത് അതാണ്. വയുവാദിബു അല റിയാലാത്തി, റിയാലാത്തിന്റെ മേൽ പതിവാക്കണം. അത് മിൻ ബാബി തസ്കിയത്തി വതസ്ഫിയ, തസ്കിയത്തും തസ്ഫിയത്തും. യുഹ്കാ അനി ശരീ സഖതി റളിയല്ലാഹു അൻഹു, കഥ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അന്നഹു ഖാല, മുബർ പറയുന്നു, ഖുൽതു യൗമൻ അജിബ്തു, അന്നഹു ഖാല അവർ പറഞ്ഞെന്താന്ന്? ഖുൽതു യൗമൻ, ഞാനൊരു ദിവസം പറഞ്ഞ്, അജിബ്തു മിൻ ലഈഫിൻ അസാ ഖവിയ്യൻ എന്ന് പറഞ്ഞു. ഒരു ലഈഫായ വ്യക്തിയുണ്ട്, അയാൾ എന്താക്കി കവിയ്യനോട് കുറ്റക്കേട് കാട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലഈഫാര് കവിയാര് എന്ന് ആ വാക്കിൽ വ്യക്തമാക്കിയിട്ടില്ല. ഫലമ്മ കാനൽ ഖദാത്തു, നേരം വെളുത്തപ്പോൾ, വസല്ലൈത്തുൽ ഖദാത്ത, സുബ്ഹി നിസ്കരിച്ചപ്പോൾ, ഇദാ അന ബിശാബിൻ, അതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു, ഖദവാഫ അടുത്തി, വഖൽഫഹു റുക്ബാനു, അയാളെ പിന്നാലെ വാഹനക്കാരുണ്ട്, അലാ ദവാബിൻ ബൈന യദൈഹി ഗിൽമാനു, മുമ്പിൽ ആരുണ്ട്? കുറെ കുട്ടികളുണ്ട്, ഒരു സംഘത്തോടു കൂടി. വഹുവ റാക്കിബുൻ അലാ ദാബത്തിൻ, ആ ഷാബ് ദാബത്തിനോട് യാത്ര ചെയ്യുന്നുണ്ട്. ഇത് മുമ്പ് ഇഷ പറഞ്ഞിട്ടുണ്ട്, അൽബക്കറയിൽ 114 ഇതിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫനസല, അവിടെ ഇറങ്ങിയിട്ട് വക്കാല ചോദിക്കുന്നു, അയ്യക്കും സരിയു സഖതി, സരിയു സഖതി എന്നൊരാൾ ഈ കൂട്ടത്തിൽ ആരാണ്? മൂപ്പറളെ പറഞ്ഞാണ്. എന്റെ കൂട്ടത്തിലുള്ള ആളെല്ലാം ഇഷാറത്താക്കി ഇലയ്യ, എന്നിലേക്ക്, ഫസല്ലമ അലയ്യ വജലസ്, സലാം പറഞ്ഞ അവിടെ ഇരുന്ന്. വക്കാല പറയുന്നു, സമീഅതുക തഖൂലു അജിബ്തു മിൻ ലഈഫിൻ അസാ ഖവിയ്യൻ എന്നൊരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫമാ റത്തബ, ഇതിന്റെ വ്യാഖ്യാനം എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? വളരെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, മാ ലഈഫുൻ അളഅഫ മിൻ ഇബ്നി ആദം, മനുഷ്യനേക്കാള് അളഅഫായ ലഈഫ് വേറെ ഇല്ല. വലാ ഖവിയ്യ അഖ്വാ മിനല്ലാഹി തആല, അല്ലാഹുവിനേക്കാൾ ഖവിയ്യായ ആൾ വേറെയില്ല. അതെന്നെ പറഞ്ഞത്. വഖത്ത് തഅറദ ഇബ്നു ആദം, അപ്പോൾ ലഈഫായ ഇബ്നു ആദം ആ ദുഅഫിഹി എന്താക്കി, ഇലാ മഅസിയത്തില്ലാഹി, ഖവിയ്യായ അല്ലാഹുവിന്റെ മഅസിയത്തിലേക്ക് മുന്നിട്ട് എന്റെ വ്യാഖ്യാനം പറഞ്ഞു. ഖാല, ഉബർ പറയുന്നു, ഫബകാ, ആ ഷാബ് കരഞ്ഞ്. സുമ്മ ഖാല, പിന്നെ പറയുന്നു, യാ സരിയു, അങ്ങനെയുള്ളത്, ഹൽ യഖ്ബലു റബ്ബുക ഖരീഖൻ മിസ്ലി, നിങ്ങളുടെ റബ്ബ് എന്നെ പോലെ ദോഷത്തിൽ മുങ്ങിയാളെ എന്താക്കും, രക്ഷപ്പെടുത്തുമോ, സ്വീകരിക്കുമോ എന്ന ചോദ്യം. ഖുൽതു, ഞാൻ പറഞ്ഞു, വമൻ യൻഖിദുൽ ഖർഖ ഇല്ലല്ലാഹ്, മുങ്ങിയാളെ രക്ഷപ്പെടുന്ന അല്ലാഹല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഖാല യാ സരിയു ഇന്ന അലയ്യ മളാലിമ കസീറ കൈഫ അസ്നഉ, ഞാൻ ഒരുപാട് ആളോട് ദുൽമ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക എന്നാ ചോദിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? ഖാല ഇദാ സഹഹതൽ ഇൻഖിതാഅ ഇലല്ലാഹ്, അള്ളാഹിനെ കൊള്ളയുള്ള ഇൻഖിതാഅ നീ സഹിയാക്കി കഴിഞ്ഞാൽ, അല്ലാഹു അൻകൽ ഖുസൂം, നിന്നോടുള്ള ഹഖർ ബന്ധിച്ച ഖുസൂം ഉണ്ടല്ലോ, അവരെല്ലാം അല്ലാഹു തആല തൃപ്തിപ്പെടുത്തിക്കും, ആ കാര്യം അല്ലാഹു ഏറ്റെടുക്കും. ഖാല ഫബക, വീണ്ടും അദ്ദേഹം കരഞ്ഞു. സുമ്മ ഖാല സിഫ്ലി തരീഖ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള തരീഖ് എന്ന് പറഞ്ഞതാണ്. ഫഖുൽതു, അവൻ പറഞ്ഞു, നിനക്ക് മുഖത്തസിദാണോ സാബിഖും ബിൽ ഖൈറാത്ത് ആകണോ, ആരാണ്ടെന്ന് പറഞ്ഞു. നമ്മ പണ്ട് ഓതിയിട്ടുണ്ട്, മുഖത്തസിദ് ആരാണെന്നും സാബിഖും ബിൽ ഖൈറാത്ത് ആണെന്നും. ആ ലോകം തന്നെ മേശയും കസേല വരെ പഠിച്ചു കഴിഞ്ഞു പോയി. മുഖത്തസിദാണെങ്കിൽ ഫഖുൽതു ഇൻ കുന്ത തുരീദു തരീഖൽ മുഖത്തസിദീന ഫഅലൈക ബിസ്സിയാമി വൽ ഖിയാമി വതർക്കിൽ ലാസം, കുറ്റം ഒഴിവാക്കുക, ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താകാൻ നജാത്തിൻ ഹലാലി പാസ് മാർക്ക് വാങ്ങി നിന്നു മുഖത്തസിദായി. അപ്പൊ അതൊക്കെ എന്റെ ഇസ്ലാഹ പ്രകാരമായി ശരീഅത്തിന്റെ അമലായി. ഏത് ശരീഅത്ത്? അഹ്കാം എന്ന അർത്ഥത്തിനല്ല, അതൊരു മർത്തബ, ശരീഅത്ത് കൊണ്ട് അമൽ ചെയ്യുന്നതിന്റെ ഒരു മർത്തബ. വൈൻ കുന്ത തുരീദു തരീഖൽ ഔലിയാഇ, ഔലിയായിന്റെ തരീഖാണ് ഉദ്ദേശിക്കുന്നത്, അതായത് സാബിഖും ബിൽ ഖൈറാത്തായി എന്ന ഫഖത്തൽ അലായിക, എല്ലാ അലായിക്കത്തിനെയും മുറിക്കണം, ശൈത്താനെയും മുറിക്കണം, നഫ്സിനെയും മുറിക്കണം, എല്ലാം ഒഴിവാക്കിയിട്ട് വത്തസിൽ ബി ഖിദ്മത്തിൽ ഖാലിഖുമായിട്ട് ബന്ധപ്പെട്ടുകൊള്ളുക.
അതാ അപ്പൊ ചെയ്യേണ്ട കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത്. ഫഅല സാലിക അൻ യതൂബ മിൻ ജമീഇൽ ആസാം. സാലിക്കിന്റെ കടമ എന്താണ്? എല്ലാ ആസാമിനെ തൊട്ടും തൗബ ചെയ്യലും. വലാ യശ്ഗല സിർറഹു സിവാ മുശാഹദത്തിൽ ആഹിൽ അല്ലാം. അല്ലാഹുവിന്റെ മുശാഹദ ഒഴികെ ബാക്കിയൊന്നും അവന്റെ മനസ്സിൽ കടക്കാതിരിക്കുകയും വേണം. وعن عبد الله بن عمر رضي الله عنهما أنه قال قال لي رسول الله صلى الله عليه وسلم برني يا عبد الله كن في الدنيا كأنك غريب أو عابر سبيل. وعد نفسك من أصحاب القبر بريو. هذا نكمل برجع شرحي ورينا. عابر سبيل أي لا تركن إليها إن أنا أتغرطم. إذا ഗരീബിനോട് ഉപമിച്ച ആദ്യം, അല്ലെങ്കിൽ ആബിർ സബീലിനോട് ഉപമിച്ച്. രണ്ടാലും എന്താ ഉള്ളത്? ലാ തർക്കൻ ഇലൈഹ, ദുന്യാവിലേക്ക് നീ വല്ലാണ്ട് ചായണ്ട. വലാ തത്തഖിദ്ഹ വതനൻ, അത് സ്ഥിരതാമസത്തിന്റെ നാടായിട്ട് നീ സ്വീകരിക്കുകയും വേണ്ടാണ്. അപ്പോൾ വലാ തുഹദ്ദിസ് നഫ്സക ബിതൂലിൽ ബഖായി ഫീഹ, നാളെയും കൂടി ബാക്കിയാകൂ എന്ന് നിന്റെ മനസ്സിൽ ഊഹിക്കും കൊണ്ട് വേണ്ട. നാളെ ബാക്കിയാവുന്നു. അപ്പോൾ ദുനിയാവിലൊന്നും വേണ്ടെന്നാ. ബിമാലാ യസ്തഖിലു ബിഹിൽ ഗരീബ്, ഒന്നാമത്തെ തംസീലത. അപ്പോൾ ഒരു ഗരീബ് അല്ലത് യുരീദു ഹബ ഇലാഹിലിഹി, അഹലികാർക്കുള്ള മടങ്ങാൻ വേണ്ടി ടിക്കറ്റിൽ എടുത്ത് വെച്ചൊരു ഗരീബുണ്ട്. എന്നാൽ ഇവിടെ എനക്ക് നിൽക്കുമോ? പണ്ടിന്റെ ടൈമായി പോയി ഞാൻ പോകുന്നല്ലോ അറിയില്ലേ. ഇനി ആ ഹദീസിന്റെ ബാക്കിയാണ്. ഖബർ ആളുകളെ കൂട്ടത്തിൽ നിന്നെ എണ്ണിക്കോന്ന്. ഖബറിൽ എത്ര ആൾ കിടക്കുന്നു തന്നെ ആദ്യം നിന്നെ എണ്ണുക, ബാക്കിയുള്ള ആളിനിട്ടോ. വഫീഹി ഇശാറത്തുൻ ഇലൽ ഫനാഇ അൻ ഇളാഫത്തിൽ വുജൂദി ഇലാ നഫ്സിഹി, നഫ്സിലേക്ക് വുജൂദ് ഉണ്ടെന്ന് ചേർത്ത് പറയല് എന്നെ തൊട്ട് ഒഴിവാക്കിയിട്ടുള്ള ഫനാകാന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഖബറാളികളെ ജീവിച്ചിരിപ്പില്ലല്ലോ. ബലിൽ വുജൂദ് കുല്ലുഹു ലില്ലാഹി തആല, വുജൂദ് അല്ലാഹു തആലാക്ക് മാത്രം. അപ്പോൾ ബാക്കിയുള്ള ഇല്ലേ ഉണ്ട് താൽക്കാലികം. ബിൽ ഈജാദ്, അല്ലാഹു മൗജൂദും, അല്ലാഹു ബിൽ വുജൂദ്, നമ്മൾ മൗജൂദാന്ന് പാര്. ബിൽ ഈജാദ്, ഉണ്ടാക്കിയതിന് ഉണ്ടാക്കിയിട്ട് ഓനാണ് സ്വിച്ച് കണ്ടുപിടിച്ചിട്ട് ഇപ്പം എന്താക്കുന്നതാണ് മൗജൂദ് അല്ല തോന്നുന്നത്. അപ്പൊ ഫൽ ബദനുൽ ഇർറൂഹി ബിമൻസിലത്തിൽ ഖബരിൽ മയ്യിത്ത്, റൂഹിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം എന്താണ്? മയ്യത്തിന്റെ ഖബർ പോലെയാണ്, താമസിക്കാനുള്ള ഒരു ഭവനം മാത്രം. ഫകമാ അന്നൽ മയ്യിത ഫീ ഖബരിഹി, കണ്ടോ, മയ്യത്ത് ഖബറിൽ യുസല്ലിമു ലിഅംദിഹി മൗലാഹു, യുസല്ലിമു ലിഅംദിഹി മൗലാഹു, അവന്റെ എല്ലാ കാര്യത്തിനെയും മൗലാക്കി എത്തിച്ച്. ഖബറിൽ കിടക്കുന്നതൊക്കെ ഓർമ്മൊന്നുമില്ല, എല്ലാം മൗല എന്നതുപോലെ എന്താക്കണം? തടിയിൽ റൂഹന്റെ കാലത്തോളം എല്ലാം മൗലാക്കി എത്തിക്കും. കദാലിക യംബഗി അല്ലാ യതഅറദ ലഹു ലിശൈഇൻ മിനൽ ആഫാത്തിൽ ബദനിയ്യത്തി വൽ ഖൽബിയ്യ, ഖൽബിയായോ ബദനിയോ ആയ ആഫാത്തിനത്തെ ഒന്നിനൊന്നും ചിന്തിക്കണ്ട. ബൽ യദൂറു ഹൈസു ഔഖഫഹു അല്ലാഹു മിനൽ ഫിത്രത്തിൽ അസ്ലിയ്യ, അല്ലാഹു എവിടെ നിർത്തുന്നു അതിലേക്ക് മാത്രം. അത് രൂപം പറഞ്ഞിട്ട് വെക്കുമ്പോൾ തുടങ്ങുമ്പോൾ തഫാവല് പോകണമെന്നില്ല പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറും എൻ്റെ വാദമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുർത്തുബിയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞാലേ കാണിച്ചെടുത്ത നമുക്ക് സ്ഥലം പോയിട്ട്. ഇനി അടുത്ത് നമ്മുടെ മനസ്സിലും വരും. പാഠം തുടങ്ങുമ്പോൾ കൊടുക്കുമ്പോൾ തഫാവൽ ഉണ്ടാക്കണോ. ആരോളെ കിതാബുൽ ജനായി തോന്നുന്നു, വേറെ വേറൊന്നും പാഠം കണ്ടിട്ടില്ല എന്ന് വെച്ചു. അതും തന്നെ വിരിച്ചിട്ട് അവിടെ നിന്നു. നാളെ ആയത്ത് വരും അല്ലേ. ഇനി ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം, അപ്പോഴത്തെ വമാലഹും മിൻ നാസിരീൻ എന്നാ വെക്കുന്നുണ്ടായിരുന്നു. നാളെ വെക്കാൻ വേണ്ടി